മലയാളം ഓഡിയോ ബുക്സ് എഡ്രം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കൂടുതൽ ഓഡിയോ ബുക്കുകൾക്കായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആസ്വാദന നിലവാരം മെച്ചപ്പെടുത്താൻ ഹെഡ്ഫോൺ ഉപയോഗിക്കുക. അമേരിക്കൻ സാഹിത്യകാരനായ മാർക്ക് ട്വൈൻ രചിച്ച വിശ്വപ്രസിദ്ധമായ ദ അഡ്വഞ്ചേഴ്സ് ഓഫ് ഹക്കിൾബെറി ഫിൻ. ഹക്കിൾബെറി ഫിന്നിന്റെ സാഹസകൃത്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂട്ടുകാർക്ക് പ്രധാന കഥാപാത്രങ്ങളെ ഒന്ന് കാണണ്ടേ? 1. ഹക്കിൾബെറി ഫിൻ. ആരും നിയന്ത്രിക്കാനില്ലാത്തതിനാൽ കാട് കയറി നടക്കുന്ന കൊച്ചു ചട്ടമ്പി. സ്ഥലത്തെ പ്രധാന മദ്യപന്റെ മകൻ. ഈ കഥയിലെ നായകൻ സാഹസപ്രിയൻ, ടോം സോയറുടെ കൂട്ടുകാരൻ. 2. ടോം സോയർ. ഹക്കിൾബെറി ഫിന്നിന്റെ കട്ടച്ചങ്ക്. പോളി അമ്മായിയോടൊപ്പം താമസം. പോളി അമ്മായിക്ക് സ്ഥിരം തലവേദന സമ്മാനിക്കുന്ന വിരുദ്ധൻ. സാഹസിക പ്രവൃത്തികളാണ് ഏറെ ഇഷ്ടം. കുഴപ്പത്തിൽ ചെന്ന് ചാടാനും അതിൽ നിന്ന് ഊരിപ്പോരാനും മിടുമിടുക്കൻ. 3. ഡഗ്ലസ് വിധവ. ദയാലുവും സമ്പന്നയുമായി വിധവ. ടോമിന്റെയും ഹക്കിന്റെയും സുഹൃത്ത്. 4. മിസ് വാട്സൺ. ഡഗ്ലസ് വിധവയുടെ സഹോദരി, കർക്കശക്കാരി. ഹക്കിൾബെറി ഫിന്നിനെ നേരായ വഴിക്ക് നയിക്കലാണ് പ്രധാന ജോലി. 5. ജിം. ഹക്കിൾബെറി ഫിന്നിന്റെയും ടോം സോയറുടെയും സുഹൃത്ത്. ഈ കഥയിലെ നായകനായ ഹക്കിൾബെറിയോടൊപ്പം ആദ്യാവസാനം നിറഞ്ഞു നിൽക്കുന്ന കഥാപാത്രം. അടിമയായ കറുത്ത വംശജൻ. 6. പാപ്പ് ഫിൻ. ഹക്കിൾബെറി ഫിന്നിന്റെ പിതാവ്. തികഞ്ഞ മദ്യപാനി, ഹൃദയശൂന്യൻ. 7. രാജാവും പ്രഭുവും. മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കാൻ സദാസമയവും തന്ത്രമെനയുന്നവർ. സുന്ദരമായി സംസാരിച്ച് വിശ്വാസമാർജിക്കാൻ മിടുമിടുക്കാർ. ഫ്രാൻസിലെ രാജാവായ ലൂയി 17-ാമനായും ബ്രിഡ്ജ് വാട്ടർ പ്രഭുവായും സ്വയം പരിചയപ്പെടുത്താൻ ഇഷ്ടപ്പെടുന്നവർ. ദ അഡ്വഞ്ചേഴ്സ് ഓഫ് ഹക്കിൾബെറി ഫിൻ അഥവാ ഹക്കിൾബെറി ഫിന്നിന്റെ സാഹസകൃത്യങ്ങൾ എന്ന നോവലിന്റെ 1-ാം ഭാഗം. എന്റെ പേര് ഹക്കിൾബെറി ഫിൻ എന്നാണ്. ടോം സോയർ എന്ന പുസ്തകം വായിച്ചിട്ടുള്ളവർക്ക് എന്നെ പരിചയമുണ്ടായിരിക്കും. പ്രസ്തുത പുസ്തകം അവസാനിക്കുന്നത് ഇങ്ങനെയാണ്: ഞാനും ടോമും കൂടി കള്ളന്മാർ ഒരു ഗുഹയിൽ ഒളിപ്പിച്ചു വെച്ച നിധി കണ്ടെടുത്തു. ഓരോരുത്തർക്കും $6000 വീതം കിട്ടി. തനി സ്വർണം. ജഡ്ജ് താച്ചർ ആ പണം ഞങ്ങളുടെ പേർക്ക് ബാങ്കിൽ നിക്ഷേപിച്ചു. അതിൽ നിന്ന് കിട്ടുന്ന പലിശ ഞങ്ങൾക്ക് സുഖമായി ജീവിക്കാൻ ധാരാളം മതിയാകുമായിരുന്നു. അതേസമയം ഡഗ്ലസ് വിധവ എന്നെ മകനായി കണക്കാക്കുകയും എന്നെ ഒരു മാനിനായി വളർത്താൻ പാടുപെടുകയും ചെയ്തു. എനിക്കാകട്ടെ അവരുടെ മട്ടും മര്യാദയും ഒട്ടും തന്നെ പിടിച്ചില്ല. സഹിക്കാൻ പറ്റാതെ ആയപ്പോൾ ഞാൻ അവിടെ നിന്ന് ഒളിച്ചോടി. എന്നാൽ ടോം എന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കുകയും അവൻ ഉടനെ ആരംഭിക്കാൻ പോകുന്ന തസ്കര സംഘത്തിൽ എന്നെയും ചേർക്കാമെന്ന് പറഞ്ഞ് ഡഗ്ലസ് വിധവയുടെ അടുത്തേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. കണ്ടപാടെ വിധവ എന്നെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാൻ തുടങ്ങി. അതിനുശേഷം എന്നെ കുളിപ്പിച്ച് പുതിയ വസ്ത്രങ്ങൾ ധരിപ്പിച്ചു. പിന്നെ എല്ലാം പഴയപടി തന്നെ. ഭക്ഷണം കഴിക്കാൻ 1 മണി, ഉറങ്ങാൻ മറ്റൊരു മണി. അവർ മോശയെപ്പറ്റി എന്നെ പഠിപ്പിക്കാൻ ഒരു ശ്രമം നടത്തി. മോശ മരിച്ചിട്ട് വളരെ നാളായി എന്നറിഞ്ഞപ്പോൾ എനിക്കയാളിൽ താല്പര്യമില്ലാതെയായി. മരിച്ചവരെ ആര് കണക്കാക്കുന്നു? എനിക്ക് പുകവലിച്ചാൽ കൊള്ളാമെന്ന് ഒരു ചെറിയ മോഹം. ഞാൻ വിധവയോട് സമ്മതം ചോദിച്ചു. അതൊരു ചീത്ത ശീലമാണെന്ന് പറഞ്ഞ് അവർ എന്നെ ഒരുപാട് ഉപദേശിച്ചു. അവർ പൊടി വലിക്കുന്നത് ഞാൻ കാണാറുണ്ട്. അവർ ചെയ്യുന്നു എന്നതുകൊണ്ട് അതൊരു നല്ല ശീലമാണല്ലോ. അങ്ങനെയിരിക്കെ വിധവയുടെ സഹോദരി മിസ് വാട്സൺ അവരോടൊപ്പം താമസിക്കാൻ വന്നു. വട്ടക്കണ്ണട ധരിച്ച ഒരു മെലിഞ്ഞ സ്ത്രീ. അവർ എന്നെ കാര്യമായി പഠിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു. ഒരു പാഠമാലയുമായാണ് തുടക്കം. 1 മണിക്കൂർ നേരത്തോളം അവരെന്നെ ഉപദ്രവിച്ചു. മിസ് വാട്സൺ എന്നെ ഹക്ക് എന്ന് വിളിക്കില്ല, ഹക്കിൾബെറി എന്ന് മാത്രമേ വിളിക്കൂ.
ഹക്കിൾബെറി, നേരെയിരിക്കെ. ഹക്കിൾബെറി, അവിടെ കാൽ വയ്ക്കരുത്. ഈ മട്ടിലാണ് എപ്പോഴും സംസാരം. എനിക്കവരെ തെല്ലും ഇഷ്ടമായില്ല. അവർ നരകത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ എനിക്കവിടെ പോയാൽ മതിയെന്ന് ഞാൻ പറഞ്ഞു. അതവരെ വല്ലാതെ ചൊടിപ്പിച്ചു. പിന്നെ സ്വർഗത്തെക്കുറിച്ചായി പ്രസംഗം. അവർ സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞപ്പോൾ അവരുള്ള സ്ഥലത്തേക്ക് ഏതായാലും ഞാൻ ഇല്ലെന്ന് മനസ്സിൽ കരുതി. പുറമേ പറഞ്ഞില്ലെന്ന് മാത്രം. എനിക്കാകെ കൂടി വല്ലാത്ത പ്രയാസം തോന്നി. പ്രാർത്ഥനയ്ക്ക് ശേഷം എല്ലാവരും ഉറങ്ങാൻ കിടന്നു. എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. കിടപ്പുമുറിയിൽ ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ച് ഞാൻ ജനാലയുടെ അടുത്ത് ചെന്നിരുന്നു. രസകരമായ എന്തെങ്കിലും കാര്യം ഓർക്കാൻ ശ്രമിച്ചു. കഴിഞ്ഞില്ല. ഏകാന്തത എന്നെ കൂടുതൽ അസ്വസ്ഥനാക്കി. മരിച്ചാൽ എന്തെന്ന് പോലും ഞാൻ ആലോചിച്ചു. ആകാശത്തിൽ നക്ഷത്രങ്ങൾ തിളങ്ങുന്നുണ്ടായിരുന്നു. കാറ്റിലിലകൾ എന്തെല്ലാമോ മന്ത്രിച്ചു. എവിടെ നിന്നോ ഒരു മൂങ്ങ കരയുന്ന ശബ്ദം കേട്ടു. മരിക്കാറായ ആരെയോ ചൊല്ലിയിട്ടെന്ന വണ്ണം രാപ്പാടി കരയുകയും പട്ടി മോങ്ങുകയും ചെയ്തു. എനിക്ക് വല്ലാത്ത പേടി തോന്നി. കൂട്ടുകാർ ആരെങ്കിലും അടുത്തുണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിച്ചു. പെട്ടെന്നൊരു എട്ടുകാലി എന്റെ ചുമലിൽ ഇഴഞ്ഞു കയറി. ഞാനതിനെ തട്ടിയപ്പോൾ അത് മെഴുകുതിരിയിൽ ചെന്നു വീണ് കരിഞ്ഞു ചുരുണ്ടു. അതൊരു ദുശ്ശകുനമായി എനിക്ക് തോന്നി. ഞാൻ പല തവണ കുരിശു വരച്ചു. ഞാൻ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഞാൻ പൈപ്പെടുത്ത് പുക വലിക്കാൻ ശ്രമിച്ചു. വീട് മരിച്ച പോലെ നിശബ്ദമാണ്. പുക വലിക്കുന്നത് വിധവ അറിയില്ല. കുറേ സമയം കഴിഞ്ഞപ്പോൾ പട്ടണത്തിൽ നിന്ന് നാഴികമണി 12 അടിക്കുന്ന ശബ്ദം എന്റെ ചെവിയിലെത്തി. പൊടുന്നനെ മരങ്ങൾക്കിടയിൽ എന്തോ ഇളകുന്നതുപോലെ തോന്നി. തുടർന്ന് മ്യാവ് മ്യാവ് എന്നൊരു ശബ്ദവും. മെഴുകുതിരി കെടുത്തി ഞാൻ ജനാലയിലൂടെ പുറത്തേക്ക് ചാടി. മരങ്ങളുടെ അടുത്തെത്തിയപ്പോൾ ടോം സോയർ എന്നെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ഞങ്ങൾ മരങ്ങൾക്കിടയിലൂടെ കുനിഞ്ഞു നടന്ന് വിധവയുടെ തോട്ടത്തിന്റെ അറ്റം വരെ എത്തി. അടുക്കള ഭാഗത്തെത്തിയപ്പോൾ ഞാനൊരു വേരിൽ തട്ടി വീണു. ശബ്ദം കേട്ട് അവിടെ കാവലിരിക്കുകയായിരുന്ന കാപ്പിരി എഴുന്നേറ്റു. അവന്റെ പേർ ജിം എന്നായിരുന്നു. ജിം തല പൊക്കി ചുറ്റും നോക്കി. എന്നിട്ട് ഒരു ചോദ്യം: ആരാത്? അവൻ നടന്ന് നടന്ന് ഞങ്ങളുടെ അടുത്തെത്തി. ഞങ്ങൾക്ക് വിരൽ ചൂണ്ടിയാൽ അവന് തൊടാം. അത്ര അടുത്ത്. അപ്പോൾ എനിക്ക് കലശലായ ചൊറിച്ചിൽ അനുഭവപ്പെട്ടു. ആദ്യം ഞെരിയാണിയിലായിരുന്നു. പിന്നെ ചുമലിലും പുറത്തുമൊക്കെ അത് വ്യാപിച്ചു. ചൊറിഞ്ഞില്ലെങ്കിൽ മരിച്ചു പോകുമെന്നുവരെ എനിക്ക് തോന്നി. ആരാത് എന്നല്ലേ ചോദിച്ചത്? ജിം തന്റെ ചോദ്യം ആവർത്തിച്ചു. ശബ്ദമൊന്നും കേൾക്കാത്തതുകൊണ്ട് അവനവിടെ നിലത്തിരുന്നു. എനിക്കും ടോമിനുമിടയ്ക്ക് ഒരു മരമുണ്ടായിരുന്നു. അതിൽ ചാരി കാൽ നീട്ടിയാണ് അവന്റെ ഇരിപ്പ്. എനിക്കാണെങ്കിൽ 1 or 2 സ്ഥലത്തല്ല 11ഓളം സ്ഥലങ്ങളിൽ ഒരേ സമയത്ത് ചൊറിച്ചിൽ അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. ഭാഗ്യത്തിന് ജിം കുറച്ചു കഴിഞ്ഞപ്പോൾ കൂർക്കമ്പലി തുടങ്ങി. ഞങ്ങൾ കൈ നിലത്തുകുത്തി അവിടെ നിന്ന് ഇഴഞ്ഞു നീങ്ങി. 10 അടി പോയതേയുള്ളൂ. അപ്പോൾ ടോമിനൊരു മോഹം. ജിമ്മിനെ ഒരു മരത്തോട് കൂട്ടിക്കെട്ടണം. ഞാനത് വേണ്ടെന്ന് പറഞ്ഞു. എന്നാൽ അടുക്കളയിൽ പോയി കുറച്ച് മെഴുകുതിരി എടുക്കണമെന്നായി ടോം. ഞങ്ങൾ അകത്ത് കടന്ന് 3 മെഴുകുതിരി എടുത്തു. അതിന്റെ വിലയായി 5 സെന്റ് ടോം മേശപ്പുറത്ത് വെച്ചു. ജിമ്മിന്റെ അടുത്തെത്തിയപ്പോൾ ടോം ഓരോ വിക്രിയകൾ കാണിക്കാൻ തുടങ്ങി. ഒടുവിൽ ജിമ്മിന്റെ തൊപ്പിയെടുത്ത് അവന്റെ തലയ്ക്ക് മുകളിൽ മരക്കൊമ്പത്ത് കെട്ടിത്തൂക്കി. ജിം ഉറക്കമുണർന്നപ്പോൾ മരക്കൊമ്പിൽ തന്റെ തൊപ്പി തൂങ്ങിക്കിടക്കുന്നത് കണ്ട് അന്താളിച്ചുപോയി. ഏതോ പിശാചുക്കൾ ചെയ്ത പണിയായിരിക്കും അതെന്നാണ് അവൻ കരുതിയത്. കൂട്ടുകാരായ കാപ്രികളോട് അവൻ അക്കാര്യം പറഞ്ഞു. താൻ ഉറങ്ങുമ്പോൾ ചെകുത്താന്മാർ തന്നെ എടുത്തുകൊണ്ടുപോയെന്നും അവസാനം മരത്തിന്റെ ചൂട്ടിൽ ഇറക്കി വച്ചുവെന്നും മറ്റും അവൻ തട്ടിവിട്ടു. കഥ കേൾക്കാൻ വളരെ അകലെ നിന്ന് പോലും കാപ്രികൾ വന്നിരുന്നു. ജിമ്മിന്റെ കഥ കേട്ട് അവർക്കവനോട് അസൂയ തോന്നി.
അവന്റെ കഴുത്തിൽ ഒരു 5 സെന്റ് നാണയം നൂലിൽ കോർത്ത് കെട്ടിയിരുന്നു. അതൊരു പിശാച് തനിക്ക് തന്നതാണെന്നും അതിന് അത്ഭുത സിദ്ധികളുണ്ടെന്നും ജിം പറഞ്ഞു പരത്തി. ഞാനും ടോമും കൂടി നടന്ന് മറുഭാഗത്തുള്ള കുന്നിന്റെ നെറുകയിലെത്തി. ഗ്രാമത്തിൽ അങ്ങിങ്ങ് ചില വെളിച്ചം കണ്ടു. ആകാശത്തിൽ നക്ഷത്രങ്ങൾ തിളങ്ങുന്നുണ്ടായിരുന്നു. മയങ്ങിക്കിടക്കുന്ന നദി തികച്ചും നിശബ്ദമാണ്. വഴിയിൽ വെച്ച് ജോ ഹാർപ്പറും ബെൻ റോയ്ജേഴ്സും ഞങ്ങളോടൊപ്പം കൂടി. ഞങ്ങളൊരു തോണിയിൽ കയറി 2.5 നാഴിക പുഴയിലൂടെ സഞ്ചരിച്ച് മലഞ്ചെരുവിലെ ഗുഹയുടെ അടുത്തെത്തി. കുറ്റിച്ചെടികൾക്കിടയിലൂടെ നടന്ന് ഞങ്ങളൊരു തുരങ്കത്തിന്റെ അടുത്തെത്തി. അതിലൂടെ ഞങ്ങൾ മുട്ടുകുത്തി നിരങ്ങി. 200 വാര സഞ്ചരിച്ചപ്പോൾ ഞങ്ങൾ ഗുഹയ്ക്കുള്ളിൽ എത്തിക്കഴിഞ്ഞു. ടോം ഞങ്ങളെ ഒരു നിലവറയ്ക്കുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് പ്രഖ്യാപിച്ചു, ടോം സോയറുടെ തസ്കര സംഘം അത് രൂപീകരിക്കാൻ പോവുകയാണ്. ഇതിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർ ഒരു പ്രതിജ്ഞ എടുക്കുകയും ചോര കൊണ്ട് അതിൽ ഒപ്പിടുകയും വേണം. ടോം ഒരു കടലാസ് എടുത്ത് പ്രതിജ്ഞ ഉറക്കെ വായിച്ചു. അതനുസരിച്ച് അംഗങ്ങൾ എപ്പോഴും സംഘത്തോട് കൂറു പുലർത്തുന്നവരും രഹസ്യം പുറത്തു പറയാത്തവരുമായിരിക്കണം. സംഘാംഗങ്ങളെ ഉപദ്രവിക്കുന്നവർ ആരായാലും ശരി, അവരെയും അവരുടെ കുടുംബത്തെയും കശാപ്പ് ചെയ്യണം. ഏതെങ്കിലും അംഗം സംഘത്തിന്റെ രഹസ്യം പുറത്തു പറഞ്ഞാൽ അവന്റെ കഴുത്തറുത്ത് ശവം ഭസ്മമാക്കി ചുറ്റും വിതറണം. പ്രതിജ്ഞ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ടോമിന്റെ കഴിവിൽ മറ്റുള്ളവർക്ക് വിശ്വാസവും വന്നു. രഹസ്യം പുറത്തു പറയുന്ന അംഗത്തിന്റെ കുടുംബത്തെയും വധിക്കണമെന്ന ഭേദഗതി ഒരാൾ അവതരിപ്പിച്ചു. അപ്പോൾ ബെൻ റോജേഴ്സ് ചോദിച്ചു, ഹക്കിൾബറിയുടെ കാര്യത്തിൽ എന്താണ് ചെയ്യാൻ പോകുന്നത്? അവന് കുടുംബമേ ഇല്ലല്ലോ. സംഗതി ശരിയായിരുന്നു. അവന്റെ അച്ഛൻ ഉള്ളതും ഇല്ലാത്തതും കണക്ക് തന്നെ. എപ്പോഴും കുടിച്ച് കൂത്തടി നടക്കും. 1 വർഷത്തിലേറെയായി കാണാറുമില്ല. അതുകൊണ്ട് തന്നെ അവർ സംഘത്തിൽ നിന്ന് പുറന്തള്ളാനുള്ള ഭാവമാണെന്ന് മനസ്സിലായപ്പോൾ ഞാൻ ചോദിച്ചു, മിസ് വാട്സനെ കൊന്നാൽ പോരെ? അത് എല്ലാവർക്കും സമ്മതമായി. അങ്ങനെ ഞാനും വിരൽ തുമ്പിൽ നിന്ന് ചോര പൊടിച്ച് പ്രതിജ്ഞയിൽ ഒപ്പുവച്ചു. എന്തൊക്കെയാണ് നമ്മുടെ സംഘത്തിന്റെ പരിപാടികൾ? ബെൻ റോജേഴ്സ് ചോദിച്ചു. കളവും കൊലയും തന്നെ, ടോം വിശദീകരിച്ചു. പെരുവഴിയിൽ പതുങ്ങിയിരിക്കുക, വാഹനങ്ങൾ തടഞ്ഞു നിർത്തി ആളുകളെ കൊന്ന് വാച്ചും പണവും മറ്റും മോഷ്ടിക്കുക. ആളുകളെ എല്ലായ്പ്പോഴും കൊല്ലണമോ? കൊല്ലുന്നതാണ് നല്ലതെങ്കിലും എപ്പോഴും നാം അത് ചെയ്യണ്ട. ഗുഹയിൽ കൊണ്ടുവന്ന് പണം ആവശ്യപ്പെടാം. അത് കിട്ടിക്കഴിഞ്ഞാൽ അവരെ മോചിപ്പിക്കാം. സ്ത്രീകളാണെങ്കിൽ എന്തു ചെയ്യും? അവരെ കൊല്ലാമോ? ഇല്ലില്ല, സ്ത്രീകളെ ഒരിക്കലും കൊല്ലാൻ പാടില്ല. വളരെ മാന്യമായി മാത്രമേ അവരോട് പെരുമാറാവൂ. കുറെ കഴിഞ്ഞാൽ അവർക്ക് നമ്മളോട് പ്രേമം ജനിക്കും. പിന്നെ അവർ നമ്മളെ വിട്ടുപോകില്ല. അങ്ങനെയാണെങ്കിൽ ഗുഹ മുഴുവനും തട്ടിക്കൊണ്ടുവന്ന സ്ത്രീകളെ കൊണ്ടും പുരുഷന്മാരെ കൊണ്ടും നിറയുമെന്ന് ബെൻ റോജേഴ്സ് മുന്നറിയിപ്പ് നൽകി. ചർച്ച അത്രത്തോളം എത്തിയപ്പോൾ കൊച്ചു ടോമി ബാൺസ് ഉറക്കമായിരുന്നു. അവനെ ഉണർത്തിയപ്പോൾ അവൻ നിലവിളിച്ചുകൊണ്ട് തനിക്ക് അമ്മയുടെ അടുത്തേക്ക് പോകണമെന്ന് പറഞ്ഞു. എല്ലാവരും കൂടി അവനെ കളിയാക്കി. അപ്പോൾ രഹസ്യമൊക്കെ താൻ പുറത്തു പറയുമെന്ന് അവൻ ഭീഷണിപ്പെടുത്തി. ടോം അവന് 5 സെന്റ് കൊടുത്ത് സമാധാനിപ്പിച്ചു. അടുത്തൊരു ദിവസം വീണ്ടും കൂടാമെന്ന് പറഞ്ഞ് അവർ പിരിഞ്ഞു. അതിനു മുമ്പ് സംഘത്തിന്റെ നേതാവായി ടോം സോയറെയും ഉപനേതാവായി ജോ ഹാർപ്പറെയും തെരഞ്ഞെടുത്തു. ഞാൻ വീട്ടിലെത്തിയപ്പോൾ നേരം വെളുത്തു തുടങ്ങിയിരുന്നു. വസ്ത്രം അഴുക്കിലും ചളിയിലും കുഴഞ്ഞിരുന്നു. ഞാൻ പുരപ്പുറത്ത് കയറി ജനാല വഴി മുറിയിൽ പ്രവേശിച്ചു. രാവിലെ എന്റെ ചളി പുരണ്ട വസ്ത്രം കണ്ടപ്പോൾ മിസ് വാട്സൺ എന്നെ കുറെ ശകാരിച്ചു. വിധവയ്ക്കും വിഷമമുണ്ടായിരുന്നെങ്കിലും അവരൊന്നും തന്നെ പറഞ്ഞില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ മിസ് വാട്സൺ എന്നോട് മുറിയിൽ ചെന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ദിവസേന പ്രാർത്ഥിക്കുന്ന ആൾക്ക് ആഗ്രഹിക്കുന്നതൊക്കെ കിട്ടുമെന്ന് അവർ എന്നെ ഉപദേശിച്ചു. അതെനിക്ക് വിശ്വസിക്കാനേ കഴിഞ്ഞില്ല. കാരണം ഞാൻ കുറേ ദിവസമായി ഒരു ചൂണ്ടയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഇതുവരെയും അത് കിട്ടിയിട്ടില്ല. ഞാൻ അക്കാര്യം മിസ് വാട്സനോട് പറഞ്ഞപ്പോൾ അവർ ദേഷ്യപ്പെടുകയും എന്നെ ഒരു വിഡ്ഢി എന്ന് വിളിക്കുകയും ചെയ്തു.
അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല. വിധവയും എന്നോട് പ്രാർത്ഥനയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ആത്മീയമായ നേട്ടങ്ങളാണ് പ്രാർത്ഥന കൊണ്ട് ഉണ്ടാവുകയെന്നാണ് അവർ പറഞ്ഞത്. എനിക്കത് തീരെ പിടികിട്ടിയില്ല. എൻ്റെ അച്ഛനെ കാണാതായിട്ട് 1 വർഷം കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹം ഇല്ലാത്തത് തന്നെയാണ് എനിക്ക് സുഖം. അടുത്തുള്ളപ്പോഴൊക്കെ അച്ഛൻ എന്നെ വല്ലാതെ അടിക്കും. ഞാൻ കാട്ടിൽ പോയി ഒളിക്കാറാണ് പതിവ്. ഒരിക്കൽ ഒരു വാർത്ത കേട്ടു. പുഴയിലച്ഛൻ മുങ്ങിച്ചത്തു എന്ന്. മുങ്ങി മരിച്ച ആൾക്ക് നീണ്ട തലമുടി ഉണ്ടായിരുന്നു. മുഷിഞ്ഞ വസ്ത്രങ്ങളാണ് അയാൾ ധരിച്ചിരുന്നത്. എല്ലാം അച്ഛൻ്റെ മാതിരി തന്നെ. ആളുകൾ പറഞ്ഞു കേട്ടത് അയാൾ വെള്ളത്തിൽ മലർന്നു കിടക്കുകയായിരുന്നു എന്നാണ്. അപ്പോൾ എനിക്ക് സംശയമായി. പുരുഷന്മാർ മുങ്ങിച്ചത്താൽ കമഴ്ന്നാണ് കിടക്കുക. സ്ത്രീകളാണെങ്കിലേ മലർന്നു കിടക്കൂ. അതുകൊണ്ട് പുഴയിൽ കണ്ട ശവം പുരുഷന്റെ വസ്ത്രം ധരിച്ച വല്ല സ്ത്രീയുടേതുമാകാനേ ഇടയുള്ളൂ. അച്ഛൻ മരിച്ചിട്ടില്ലെന്നും എപ്പോഴെങ്കിലും ഇനിയും വരുമെന്നും ആലോചിച്ചപ്പോൾ ഞാനാകെ ബേജാറായി. 1 മാസക്കാലം ഞങ്ങളുടെ കവർച്ചാ സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ മുറക്കി നടന്നു. ആരെങ്കിലും കൊല്ലുകയോ എന്തെങ്കിലും കവർച്ച നടത്തുകയോ ഞങ്ങൾ ചെയ്തില്ല. പന്നികളെ തെളിയിച്ചു കൊണ്ടുപോകുന്നവരുടെ മുമ്പിൽ ചാടി വീഴുക, പച്ചക്കറി സാധനങ്ങൾ ചന്തയിലേക്ക് കൊണ്ടുപോകുന്ന പെണ്ണുങ്ങളെ പേടിപ്പിക്കുക, ഇതിലൊക്കെ ഞങ്ങളുടെ പ്രവർത്തനം ഒതുങ്ങി നിന്നു. ഒരിക്കൽ ടോം ഒരു രഹസ്യ വാർത്തയുമായി എത്തി. കുറെ സ്പാനിഷ് കച്ചവടക്കാരും അറബികളും നിരവധി ആനകളോടും കുതിരകളോടും ഒട്ടകങ്ങളോടും കൂടി ഗുഹയിൽ ക്യാമ്പ് ചെയ്യാൻ പോകുന്നു. അവരുടെ കൈവശം നിരവധി രത്നങ്ങളുണ്ടത്രേ. അവരെ മുഴുവനും കൊന്ന് സാധനങ്ങളെല്ലാം പിടിച്ചെടുക്കാൻ ടോം പരിപാടിയിട്ടു. അതിനായി തോക്കും വാളും സംഭരിച്ചു. ഞങ്ങളുടെ തോക്കും വാളും മരക്കഷ്ണങ്ങളും ചൂലുമാണെന്ന കാര്യം അറിയാമല്ലോ. രത്നം കിട്ടിയില്ലെങ്കിലും ആനകളെയും ഒട്ടകങ്ങളെയും കാണാമല്ലോ എന്ന കൗതുകവും ഞങ്ങൾക്കുണ്ടായിരുന്നു. പിറ്റേന്ന് നേതാവിന്റെ ആജ്ഞയനുസരിച്ച് ഞങ്ങൾ കുന്നിൻ ചൂട്ടിലേക്ക് കുതിച്ചു. അവിടെ എത്തിയപ്പോൾ ആനയുമില്ല, ഒട്ടകവുമില്ല. കണ്ടത് വിനോദയാത്രയ്ക്കിറങ്ങിയ പ്രൈമറി ക്ലാസ്സിലെ കുറെ കുട്ടികളെയാണ്. ഞങ്ങൾ അവരെ പേടിപ്പിച്ച് ഓടിപ്പിച്ചു. കുറച്ച് അണ്ടിപ്പരിപ്പും ജാമും കിട്ടി. ബെൻ റോജേഴ്സിന് ഒരു പാവയെ കിട്ടി. ജോ ഹാർപ്പറിന് ഒരു പ്രാർത്ഥനാ പുസ്തകവും. അപ്പോഴേക്കും അധ്യാപകർ അടുത്തു വന്ന് ഞങ്ങളുടെ കയ്യിലുള്ളതെല്ലാം വാങ്ങി ഞങ്ങളെ അടിച്ചോടിപ്പിച്ചു. ടോം അതിനെക്കുറിച്ച് പറഞ്ഞത് കച്ചവടക്കാരും ആനകളും കുതിരകളുമെല്ലാം വാസ്തവത്തിൽ ഉണ്ടായിരുന്നുവെന്നും ഏതോ മന്ത്രവാദികൾ എല്ലാറ്റിനെയും സ്കൂൾ കുട്ടികളാക്കി മാറ്റിക്കളഞ്ഞുവെന്നുമാണ്. മന്ത്രവാദികൾ വിളക്കോ മോതിരമോ തിരുമി ജിന്നുകളെ വരുത്തി പല അത്ഭുത കൃത്യങ്ങളും ചെയ്യിക്കുമത്രേ. അതിൻ്റെ സത്യാവസ്ഥ അറിയാൻ ഞാനൊരു വിളക്കും ഇരുമ്പ് മോതിരവും കൊണ്ട് കാട്ടിലേക്ക് പോയി. തിരുമി തിരുമി എൻ്റെ കൈ കുഴഞ്ഞതല്ലാതെ ഒരു ജിന്നും പ്രത്യക്ഷപ്പെട്ടില്ല. ടോം പറഞ്ഞ കഥകളെല്ലാം അവൻ കെട്ടിച്ചമച്ചതാണെന്ന് എനിക്ക് ബോധ്യമായി. 3-4 മാസം അങ്ങനെ കടന്നുപോയി. പിന്നെ മഞ്ഞുകാലം വന്നു. ഞാൻ എന്നും സ്കൂളിൽ പോകാറുണ്ടായിരുന്നു. എഴുതാനും വായിക്കാനും ഞാൻ കുറേശ്ശെ പഠിച്ചു കഴിഞ്ഞു. ആദ്യം സ്കൂൾ എന്ന് കേട്ടാൽ എനിക്ക് വെറുപ്പായിരുന്നു. ഇപ്പോൾ ആ വെറുപ്പെല്ലാം മാറി. അതുപോലെ വിധവയുടെ മട്ടുകളും എനിക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങി. ആദ്യം വീട്ടിലിരിപ്പും കിടക്കയിലുറക്കവും എനിക്ക് വലിയ പ്രയാസമായി തോന്നിയിരുന്നു. ഇപ്പോൾ വിധവ സ്നേഹത്തോടു കൂടി മാത്രമേ എന്നോട് പെരുമാറാറുള്ളൂ. ഞാൻ വളരെ ഭേദപ്പെട്ടിട്ടുണ്ടെന്നാണ് അവരുടെ അഭിപ്രായം. ഒരു ദിവസം ഞാൻ തോട്ടത്തിന് വെളിയിലുള്ള വഴിയിലൂടെ നടക്കുകയായിരുന്നു. നിലത്ത് ഷൂവിൻ്റെ അടയാളം പതിഞ്ഞു കിടക്കുന്നത് ഞാൻ കണ്ടു. അത് എൻ്റെ പിതാവിൻ്റെ കാൽപ്പാടുകളാണെന്ന് തിരിച്ചറിയാൻ എനിക്ക് ഒട്ടും തന്നെ പ്രയാസമുണ്ടായില്ല. ഞാനാകെ പേടിച്ചു വിറച്ചു. അച്ഛൻ മഹാദുഷ്ടനും വൃത്തികെട്ടവനുമായിരുന്നു. എന്നോട് അങ്ങോർക്ക് തെല്ലും തന്നെ സ്നേഹമുണ്ടായിരുന്നില്ല. എൻ്റെ കൈവശമുള്ള പണമൊക്കെ അച്ഛൻ തട്ടിയെടുത്തേക്കും. അത് കിട്ടാഞ്ഞാൽ എന്നെ അടിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യും. ഞാൻ ഉടനെ ജഡ്ജ് താച്ചറുടെ വീട്ടിലേക്ക് ഓടി. അവർ വിചാരിച്ചത് ഞാൻ പലിശ വാങ്ങാൻ വന്നതായിരിക്കുമെന്നാണ്. എൻ്റെ പണമെല്ലാം അവരുടെ കൈവശം തന്നെ സൂക്ഷിച്ചാൽ മതിയെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു. എൻ്റെ അത്യാവശ്യത്തിന് $1 മാത്രം വാങ്ങി
ഞാൻ അവിടെ നിന്ന് തിരിച്ചു. രാത്രി ഞാൻ മെഴുകുതിരിയുമായി എൻ്റെ മുറിയിൽ ചെന്നു. അപ്പോൾ അച്ഛനുണ്ട് അകത്ത് കുത്തിയിരിക്കുന്നു. ഞാൻ അടിമുടി വിറച്ചു. വാതിലടച്ചാണ് ഞാൻ പുറത്തു പോയത്. അപ്പോൾ ഷെഡിലൂടെ കയറി മറിഞ്ഞായിരിക്കും അച്ഛൻ അകത്ത് കടന്നിട്ടുണ്ടാവുക. 50-ലേറെ പ്രായം കാണും വൃദ്ധന്. നീണ്ട തലമുടി, കറുത്ത കണ്ണുകൾ, മുഖത്തിന് ആകെ ഒരു വെളുപ്പാണ്, മീനിൻ്റെ അടിവയറ്റിലെ വെളുപ്പ് പോലെ. വസ്ത്രം കീറിപ്പറിഞ്ഞിരുന്നു, ഷൂസും കീറിയത് തന്നെ. അച്ഛൻ കുനിഞ്ഞിരിക്കുകയായിരുന്നു. തൊപ്പി നിലത്ത് വീണ് കിടപ്പുണ്ടായിരുന്നു. ഞാൻ അച്ഛനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അച്ഛൻ എന്നെ അടിമുടി തുറിച്ചു നോക്കുകയും, അലക്കിത്തേച്ച കുപ്പായമാണല്ലോ, നീ ആളൊരു പ്രമാണിയാണല്ലേ? അച്ഛൻ എന്നെ നോക്കിക്കൊണ്ട് തുടർന്നു. നിന്നെ ഞാൻ ശരിയാക്കി തരാം. അച്ഛനേക്കാൾ കേമനാണെന്ന വിചാരമാണ് അല്ലേ? നീ പഠിച്ചവനാണെന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. നിന്നോട് ആര് പറഞ്ഞു സ്കൂളിൽ പോയി പഠിക്കാൻ? വിധവ പറഞ്ഞിട്ടാണ്. വിധവയ്ക്കിതിലെന്ത് കാര്യം? അവരെ ഞാൻ ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കാം. എടാ, ഇങ്ങോട്ട് നോക്ക്. നീ ഇനി സ്കൂളിൽ പോകരുത്. പോയാൽ നിന്നെ ഞാൻ അവിടെ നിന്ന് പിടിച്ചു കൊണ്ടുപോരും. കേട്ടല്ലോ? നിന്റെ അമ്മയ്ക്ക് എഴുത്തും വായനയും അറിയില്ലായിരുന്നു. എനിക്കും അറിഞ്ഞുകൂടാ. നമ്മുടെ കുടുംബത്തിലാരും എഴുത്തും വായനയും പഠിച്ചവരല്ല. എന്നിട്ട് നീ ഇപ്പോൾ അഹങ്കരിച്ച് നടക്കുന്നു. ഹാ, നിന്റെ വായനയൊന്ന് ഞാൻ കേൾക്കട്ടെ. ഞാനൊരു പുസ്തകമെടുത്ത് വായിക്കാൻ തുടങ്ങി. ഉടൻ തന്നെ അച്ഛൻ പുസ്തകം പിടിച്ച് പറിച്ച് വലിച്ചെറിഞ്ഞ് ദൂരെ കളഞ്ഞു. അപ്പോൾ നിനക്കറിയാമല്ലേ, ഇത്ര ഞാൻ വിചാരിച്ചില്ല. എടാ, നിന്നെ ഞാൻ ശരിപ്പെടുത്തും. ഇനി സ്കൂളിലെങ്ങാൻ കയറിയാൽ നിന്റെ തോല് ഞാൻ ഉരിച്ചെടുക്കും. പിന്നെ അച്ഛൻ്റെ വർത്തമാനം എൻ്റെ കിടക്ക വിരിയെപ്പറ്റിയും കണ്ണാടിയെപ്പറ്റിയും ഒക്കെയായി. നിലത്തെ പരവതാനി അങ്ങേർക്കൊട്ടും ഇഷ്ടമായില്ല. അച്ഛൻ പന്നികളുടെ കൂടെ കിടന്നുറങ്ങുമ്പോൾ കിടക്കയിൽ സുഖമായി കിടന്നുറങ്ങുന്ന ഒരു മകനെ അങ്ങോർ കണ്ടിട്ടില്ല പോലും. അവസാനം അച്ഛൻ ചോദിച്ചു, നീ വലിയ പണക്കാരനാണ് എന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, ശരിയാണോ? അയ്യോ, ആളുകൾ അതൊക്കെ വെറുതെ പറയുന്നതാണ്. എടാ, ഇവിടെ നോക്ക്. നീ എന്നോട് കള്ളം പറയരുത്. പുഴവക്കത്തു നിന്നാണ് ആ വാർത്ത ഞാൻ അറിഞ്ഞത്. ആ പണം നാളെ എനിക്ക് തരണം. എൻ്റെ കയ്യിലില്ല. നിന്റെ കയ്യിലില്ലെങ്കിൽ വേണ്ട, ജഡ്ജ് താച്ചറുടെ കയ്യിലുണ്ട്. നീ അത് എനിക്ക് വാങ്ങിത്തരണം. നിങ്ങൾ തന്നെ ചോദിച്ചു വാങ്ങിക്കൊള്ളൂ. ശരി, ഞാൻ ചോദിക്കും, വാങ്ങുകയും ചെയ്യും. ആട്ടെ, ഇപ്പോൾ നിന്റെ കീശയിൽ എന്തുണ്ട്? $1 എനിക്ക് ആവശ്യമുള്ളതാണ്. അത് പുറത്തെടുക്ക്. ഡോളർ അച്ഛൻ പിടിച്ചു വാങ്ങി. എന്നിട്ട് പറഞ്ഞു, അന്ന് മുഴുവൻ കുടിച്ചിട്ടില്ല. പട്ടണത്തിൽ വിസ്കി വാങ്ങിക്കാൻ പോവുകയാണെന്ന്. പിറ്റേന്ന് മുഴുവൻ കുടി തന്നെ കുടി. കുടിച്ച് ബോധമില്ലാതെ ജഡ്ജ് താച്ചറുടെ അടുത്ത് ചെന്ന് അദ്ദേഹത്തെ കുറേ തെറി പറഞ്ഞു. പണം വിട്ടുകിട്ടാൻ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. നിർഭാഗ്യത്തിന് പുതിയതായി വന്ന ജഡ്ജി അച്ഛനെയും മകനെയും തമ്മിൽ അകറ്റുന്നതിൽ വിമുഖനായിരുന്നു. അതുകൊണ്ട് ജഡ്ജ് താച്ചർക്കും വിധവയ്ക്കും തൽക്കാലം ഒഴിഞ്ഞു നിൽക്കേണ്ടതായി വന്നു. വൃദ്ധന് വലിയ സന്തോഷമായി. അച്ഛൻ കുറേ പണത്തിനാവശ്യപ്പെട്ടു. കൊടുത്തില്ലെങ്കിൽ അടിച്ച് ശരിപ്പെടുത്തുമെന്ന് പറഞ്ഞു. ഞാൻ ജഡ്ജ് താച്ചറുടെ അടുത്ത് നിന്ന് $3 വാങ്ങി അച്ഛന് കൊടുത്തു. ആ പണം കൊണ്ടുപോയി കുടിച്ച് ബഹളം കൂട്ടി നടന്നു. രാത്രി മുഴുവനും ഒരു തകരപാത്രവുമായി പട്ടണത്തിലലഞ്ഞു. ബഹളം കൂട്ടി ശല്യമുണ്ടാക്കിയതിന് ജയിലിൽ കിടക്കേണ്ടി വരികയും ചെയ്തു. പുതിയതായി വന്ന ജഡ്ജിക്ക് അച്ഛനെ ഒന്ന് നന്നാക്കി കളയാമെന്ന് തോന്നി. വീട്ടിലേക്ക് വിളിച്ച അദ്ദേഹം ഇഷ്ടം പോലെ അച്ഛന് ഭക്ഷണം കൊടുത്തു, പുതിയ വസ്ത്രം കൊടുത്തു. അതിനു പുറമെ ധാരാളം ഉപദേശവും നൽകി. താനൊരു പുതിയ ജീവിതം തുടങ്ങാൻ പോവുകയാണെന്ന് അച്ഛൻ അദ്ദേഹത്തോട് പറഞ്ഞു. താൻ നല്ലൊരു മനുഷ്യനാകും, ആർക്കും തന്നെപ്പറ്റി ലജ്ജിക്കേണ്ടി വരില്ല എന്നൊക്കെ അച്ഛൻ സത്യം ചെയ്തപ്പോൾ ജഡ്ജി അച്ഛനെ വാരി പുണരുക തന്നെ ചെയ്തു. എല്ലാം കഴിഞ്ഞ് രാത്രിയിൽ വൃദ്ധനെ ഒരു മുറിയിലാക്കി. പാതിരാത്രിയായപ്പോൾ വൃദ്ധന്റെ മട്ടുമാറി. കുറച്ച് മദ്യപിക്കാതെ രക്ഷയില്ല. ഉടനെ ജനലിലൂടെ പുറത്തു ചാടി.
പുറത്തു പോയി കോടി വസ്ത്രം വിറ്റ് മൂക്കറ്റം ചാരായം കുടിച്ചു. എന്നിട്ട് മുറിയിൽ വന്നു കിടന്ന് സുഖമായി ഉറങ്ങി. രാവിലെ വീണ്ടും പോയി കുടിച്ചു വന്നു. വാതിൽക്കൽ വീണ് കൈപൊട്ടി. നിലം വൃത്തികേടാക്കി. വൃദ്ധനെ നന്നാക്കിയെടുക്കാനുള്ള ശ്രമം ജഡ്ജി അതോടെ ഉപേക്ഷിക്കുകയും ചെയ്തു. അതിനുശേഷം വൃദ്ധൻ വീണ്ടും അലഞ്ഞു നടക്കാൻ തുടങ്ങി. ജഡ്ജി താച്ചറുടെ കയ്യിലുള്ള പണം കിട്ടുന്നതിനു വേണ്ടി അങ്ങേർക്കെതിരെ കേസും കൊടുത്തു. ഞാൻ സ്കൂളിൽ പോക്ക് തുടർന്നുകൊണ്ട് എന്നോട് വിരോധമായി. 2-3 പ്രാവശ്യം എന്നെ തേടി പിടിച്ചടിച്ചു. ചിലപ്പോഴൊക്കെ ഞാൻ ഓടി രക്ഷപ്പെട്ടു. സ്കൂളിൽ പോകാൻ താല്പര്യമില്ലാത്ത എനിക്ക് ഇപ്പോൾ സ്കൂളിൽ പോയേ തീരൂ എന്ന മട്ടായി. അച്ഛനെ അങ്ങനെയെങ്കിലും കുറച്ച് വിഷമിപ്പിക്കാമല്ലോ. അടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ ഇടയ്ക്കിടെ $2-3 ജഡ്ജ് താച്ചറിൽ നിന്ന് വാങ്ങി അച്ഛന് കൊടുക്കും. അച്ഛൻ കുടിച്ച് ബഹളം കൂട്ടിയാൽ വീണ്ടും ജയിലിൽ പിടിച്ചിടും. അപ്പോൾ എനിക്ക് സ്വൈര്യമായി നടക്കാമല്ലോ. വൃദ്ധൻ വിധവയുടെ വീടിനടുത്ത് തന്നെ ചുറ്റിപ്പറ്റി നടക്കാൻ തുടങ്ങി. ഒരു ദിവസം മുളിച്ചിരുന്ന് എന്നെ പിടികൂടി. ഒരു തോണിയിൽ കയറ്റി 3 നാഴിക സഞ്ചരിച്ച് ഇല്ലിനാസ് നദിയുടെ തീരത്തുള്ള കാട്ടിലെത്തിച്ചു. അവിടെ മരത്തടി ധാരാളമുള്ള സ്ഥലത്ത് ഒരു മരക്കുടിലുണ്ടായിരുന്നു. പരിചയമില്ലാത്തവർക്ക് ആ വീട് കണ്ടുപിടിക്കുക വളരെ പ്രയാസമായിരുന്നു. എന്നെ ആ വീട്ടിലാണ് പാർപ്പിച്ചത്. അച്ഛൻ എന്നെ വിട്ടൊഴിഞ്ഞ സമയമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് അവസരം കിട്ടിയതുമില്ല. രാത്രിയെന്നും വാതിൽ പൂട്ടി വൃദ്ധൻ താക്കോൽ തലയ്ക്കടിയിൽ വയ്ക്കും. എവിടെ നിന്നോ കട്ടെടുത്തൊരു തോക്കും കൈവശമുണ്ട്. ഞങ്ങളുടെ പ്രധാന പ്രവൃത്തി മീൻ പിടിക്കലും വേട്ടയാടലുമാണ്. അച്ഛൻ പുറത്തു പോവുകയാണെങ്കിൽ എന്നെ മുറിയിലിട്ട് പൂട്ടും. 3 മൈൽ അകലെയുള്ള പീടികയിൽ പോയി ഇറച്ചിയും മീനും കൊടുത്ത് വിസ്കി വാങ്ങിക്കൊണ്ടുവരും. കുടിച്ച് വെളിവില്ലാതായാൽ പിന്നെ എന്നെ പിടിച്ച് അടി തുടങ്ങും. ഞാൻ എവിടെയാണുള്ളതെന്ന് വിധവ എങ്ങനെയോ മനസ്സിലാക്കി. എന്നെ കൂട്ടിക്കൊണ്ടുവരാൻ അവർ ഒരാളെ വിട്ടെങ്കിലും അയാളെ വൃദ്ധൻ തോക്കുകാട്ടി അവിടെ നിന്ന് ഓടിപ്പിച്ചു വിട്ടു. ഒരു കണക്കിൽ എനിക്കവിടുത്തെ ജീവിതം ഇഷ്ടപ്പെടാൻ തുടങ്ങിയിരുന്നു. അടി സഹിക്കുന്ന കാര്യത്തിലേ പ്രയാസമുള്ളൂ. വിശേഷിച്ച് പണിയൊന്നുമില്ല. പകൽ മുഴുവൻ മീൻ പിടിക്കുകയോ പുകവലിക്കുകയോ ചെയ്യാം. സ്കൂളിൽ പോകേണ്ട, പുസ്തകം വായിക്കുകയും വേണ്ട. 2 മാസം അങ്ങനെ കഴിഞ്ഞു. വിധവയുടെ അടുത്തായിരുന്നെങ്കിൽ എന്തൊക്കെ വേണം? കുളിക്കണം, മുടി ചീകണം, കിടക്കയിൽ കിടന്നുറങ്ങണം, രാവിലെ എഴുന്നേൽക്കണം, പുസ്തകം വായിച്ച് പഠിക്കണം. എന്തൊക്കെ! എല്ലാറ്റിനും പുറമെ മിസ് വാട്സന്റെ ശല്യം സഹിക്കുകയും വേണം. ആകപ്പാടെ നോക്കുമ്പോൾ കാട്ടിലെ ജീവിതം തന്നെ പരമസുഖം. എന്നാൽ വൃദ്ധന്റെ അടി എനിക്ക് മടുത്തു തുടങ്ങിയിരുന്നു. എന്റെ മേലാസകലം അടി കൊണ്ട് തിണർത്തു. അതിനു പുറമെ എന്നെ മുറിക്കകത്തിട്ട് പൂട്ടിപ്പോകുന്ന പതിവും തുടങ്ങി. ഒരിക്കൽ എന്നെ മുറിയിലിട്ട് പൂട്ടിയ ശേഷം 3 ദിവസത്തേക്ക് വൃദ്ധനെ കണ്ടില്ല. ഞാൻ വല്ലാതെ പേടിച്ചു. വൃദ്ധൻ എവിടെയെങ്കിലും പോയി ചത്താൽ എനിക്ക് പുറത്തു കടക്കാൻ കഴിയുകയില്ലല്ലോ എന്ന ഭയം എന്നെ പിടികൂടി. മുറിയിൽ നിന്ന് പുറത്തു കടക്കാൻ വല്ല വഴിയുമുണ്ടോ എന്ന് ഞാൻ പരിശോധിച്ചു. വാതിൽ കനത്ത മരപ്പലക കൊണ്ട് തീർത്തതാണ്. ഒരു ജനാല പോലും എങ്ങുമില്ല. എത്ര പരതിയിട്ടും രക്ഷപ്പെടാൻ ഒരു പഴുതും കണ്ടെത്തിയില്ല. വൃദ്ധൻ ഒരു കത്തി പോലും മുറിയിൽ വയ്ക്കാറില്ല. ഓരോ മുക്കും മൂലയും ഞാൻ പലതവണ പരതി. അവസാനം മച്ചിന്റെ പലകയുടെ ഇടയ്ക്ക് പിടിയില്ലാത്ത ഒരു ഈർച്ചവാൾ ഞാൻ കണ്ടെത്തി. അതുപയോഗിച്ച് ഒരു മൂലയിലെ മരം ഈർന്നു മുറിച്ച് പുറത്തു കടക്കാൻ ഒരു വഴിയുണ്ടാക്കി. പെട്ടെന്ന് കണ്ടാൽ സംശയം തോന്നാത്ത വിധം അത് പൂർവ്വസ്ഥിതിയിലാക്കി ഒരു കമ്പിളി അവിടെ തൂക്കിയിടുകയും ചെയ്തു. പണിയെല്ലാം കഴിയാറായപ്പോൾ പുറത്ത് അച്ഛന്റെ ബഹളം കേട്ടു. ശരിക്കുള്ള പ്രകൃതത്തിൽ തന്നെയാണ് വൃദ്ധന്റെ വരവ്. പട്ടണത്തിൽ പോയപ്പോൾ സംഗതിയാകെ മോശമാണെന്ന് മനസ്സിലായി. കേസ് ജയിക്കുമെന്നും പണം കിട്ടുമെന്നും തന്റെ വക്കീൽ പറഞ്ഞിരുന്നുവെങ്കിലും ഇനിയും കേസ് നീട്ടിവെക്കാൻ സാധ്യതയുണ്ടത്രേ. എന്റെ രക്ഷിതാവെന്ന നിലയിൽ വിധവ കേസ് കൊടുത്ത് അനുകൂലമായ വിധി സമ്പാദിക്കാൻ ഇടയുണ്ടെന്നും പറഞ്ഞു കേട്ടു. ആ വാർത്ത എനിക്കത്ര സന്തോഷകരമായി തോന്നിയില്ല. വൃദ്ധൻ എല്ലാവരെയും ശപിച്ചു. എല്ലാറ്റിനോടും ദേഷ്യം കാണിച്ചു.
പിതാവ് എന്നെ കൊണ്ടുപോകുന്നത് ഒന്ന് കാണണമെന്ന് തന്നെ വെല്ലുവിളിച്ചു. അങ്ങനെയാണെങ്കിൽ എന്നെ 6-7 നാഴിക അകലെയുള്ള മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി ഒളിപ്പിക്കുമെന്ന് തീരുമാനമെടുക്കുകയും ചെയ്തു. വിധവയ്ക്ക് യാതൊരു കാരണവശാലും ആ സ്ഥലം കണ്ടുപിടിക്കാൻ കഴിയില്ലത്രേ. ഏതായാലും അതിനു മുമ്പ് തന്നെ രക്ഷപ്പെടണമെന്ന് ഞാൻ മനസ്സിൽ കരുതി. താൻ വള്ളത്തിൽ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ടുവരാൻ വൃദ്ധൻ എന്നോട് ആവശ്യപ്പെട്ടു. 50 റാത്തിലുള്ള ഒരു ധാന്യപ്പൊടിച്ചാക്ക്, കുറെ പന്നിയിറച്ചി, വെടിമരുന്ന്, 4 ഗാലൻ വിസ്കി, കയർ, കടലാസ്, ഇതൊക്കെയാണ് വള്ളത്തിലുള്ളത്. ഓരോന്ന് കടത്തി കഴിഞ്ഞാൽ ഞാൻ വള്ളത്തിലിരുന്ന് അല്പം വിശ്രമിക്കും. തോക്കും കയറുമെടുത്ത് കാട്ടിലേക്ക് ഓടി രക്ഷപ്പെട്ടാലോ എന്ന ചിന്ത എൻ്റെ മനസ്സിലുദിച്ചു. നാടുതോറും തെണ്ടി നടന്ന് വേട്ടയാടിയും മീൻ പിടിച്ചും ജീവിക്കാം. വൃദ്ധനോ വിധവയ്ക്കോ ഒരിക്കലും എന്നെ കണ്ടുപിടിക്കാൻ കഴിയുകയുമില്ല. വൃദ്ധൻ രാത്രി കുടിച്ച് ബോധമില്ലാതെ കിടക്കുമ്പോൾ പുറത്തു ചാടി രക്ഷപ്പെടണമെന്ന് ഞാൻ തീരുമാനിച്ചു. വൃദ്ധൻ്റെ അലർച്ച കേട്ടപ്പോഴാണ് ഞാൻ എൻ്റെ ചിന്തയിൽ നിന്നുണർന്നത്. എല്ലാ സാധനങ്ങളും കടത്തി കഴിഞ്ഞപ്പോൾ ഇരുട്ടിക്കഴിഞ്ഞിരുന്നു. ഞാൻ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ വൃദ്ധൻ വിസ്കി എടുത്ത് കുടി തുടങ്ങി. പട്ടണത്തിൽ നിന്ന് കുടിച്ച് രാത്രി മുഴുവനും ഏതോ അഴുക്ക് ചാലിൽ വീണ് കിടക്കുകയായിരുന്നു. അതിൻ്റെ അടയാളങ്ങൾ ദേഹം മുഴുവനുമുണ്ട്. വിസ്കി അകത്ത് ചെന്നപ്പോൾ മനസ്സിലെ അമർഷമൊക്കെ ഗവൺമെൻറ്റിന് നേരെ തിരിഞ്ഞു. അതെപ്പോഴും പതിവുള്ളതാണ്. പാടുപെട്ട് വളർത്തിയെടുത്ത സ്വന്തം മകൻ. അവൻ തനിക്ക് വേണ്ടി അധ്വാനിക്കേണ്ടവനാണ്. അവനെ തട്ടിയെടുക്കുന്ന നിയമം എന്തു നിയമമാണ്? അതിനെ പിന്താങ്ങുന്ന ഗവൺമെൻറ് ഒരു ഗവൺമെൻറ്റാണോ? ജഡ്ജ് താച്ചറാണെങ്കിൽ തനിക്ക് അർഹതപ്പെട്ട $6000 സ്വന്തമാക്കി വെച്ചിരിക്കുകയും ചെയ്യുന്നു. അതും നിയമത്തിൻ്റെ പേരിൽ. $6000-ലേറെ സ്വന്തമായിട്ടുള്ള താൻ കീറിപ്പറിഞ്ഞ കുപ്പായവുമിട്ട് ഒരു പന്നിയെപ്പോലെ ചെറ്റപ്പുരയിൽ കഴിഞ്ഞുകൂടുന്നു. ഈ നാട് വിട്ട് പോയാലോ എന്ന് പോലും വൃദ്ധന് തോന്നി. ആവേശം മൂത്തപ്പോൾ കാൽ ചെന്ന് തട്ടിയത് ഉപ്പിലിട്ട പന്നിയിറച്ചിയുടെ ഭരണിമേലാണ്. പിന്നെ ഇടത്തെ കാൽ നീട്ടി നന്നായൊന്ന് തൊഴിച്ചു. കാൽവിരലുകൾ പിടിച്ച് ശപിക്കുന്നത് കണ്ടപ്പോൾ അത് ബോധപൂർവം ചെയ്തതായിരുന്നില്ലെന്ന് തോന്നി. ഭക്ഷണത്തിന് ശേഷം അച്ഛൻ വിസ്കി കുപ്പിയുടെ മുമ്പിൽ കുത്തിയിരിപ്പായി. കുടിച്ച് ബോധം കെട്ട് വീണാൽ എനിക്ക് പുറത്തു പോകാൻ കഴിയുമെന്നാണ് ഞാൻ കണക്കുകൂട്ടിയത്. എന്നാൽ മൂക്കറ്റം കുടിച്ചിട്ടും കിടന്നുറങ്ങുന്ന മട്ട് കാണുന്നില്ല. മൂളലും ഞെരങ്ങലും തന്നെ. കുറേ നേരം ഞാൻ കാത്തുകിടന്നു. ഒടുവിൽ ഉറങ്ങിപ്പോയി. ഉണർന്നത് അച്ഛൻ്റെ ഭീകരമായ നിലവിളി കേട്ടുകൊണ്ടാണ്. വൃദ്ധൻ മുറി മുഴുവനും പേടിച്ചോടിക്കൊണ്ട് പാമ്പ് പാമ്പ് എന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. കൂട്ടത്തിൽ സാധനങ്ങൾ എടുത്ത് 4 പാടും എറിയുകയും ചെയ്തു. കുറച്ചു കഴിഞ്ഞപ്പോൾ എല്ലാം ശാന്തം. വൃദ്ധൻ ക്ഷീണിച്ച് നിലത്ത് കിടന്നു. പെട്ടെന്ന് പ്രേതങ്ങളതാ എന്നെ പിടിക്കാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചാടി എഴുന്നേറ്റു. നിലത്ത് കുനിഞ്ഞിരുന്ന് തന്നെ ഉപദ്രവിക്കരുതെന്ന് കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു. പിന്നെ ചുറ്റുമൊന്ന് പകച്ചു നോക്കി. എന്നെ കണ്ടയുടനെ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് ഒരു കത്തിയുമായി ചാടി വീണു. ഞാൻ ഹക്ക് മാത്രമാണെന്ന് പറഞ്ഞപ്പോൾ വല്ലാതെ പൊട്ടി ചിരിച്ചു. എന്നെ പിടിക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ ഒഴിഞ്ഞു മാറി. കുപ്പായത്തിൽ പിടികൂടിയപ്പോൾ ഞാൻ കുപ്പായം ഊരിക്കളഞ്ഞു. അപ്പോഴേക്കും വൃദ്ധൻ വല്ലാതെ ക്ഷീണിച്ചിരുന്നു. നിലത്തിരുന്ന് കത്തി താഴെയിട്ടു. ഉറങ്ങി എഴുന്നേറ്റിട്ട് കൊന്നുകൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് വൃദ്ധൻ നല്ല ഉറക്കമായി. ഞാനാകട്ടെ ഒച്ചയുണ്ടാക്കാതെ ഒരു പൊളിഞ്ഞ കസാരയിൽ ചവിട്ടിക്കയറി തോക്ക് താഴെയെടുത്തു. അതിൽ ഉണ്ടയുണ്ടെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഞാൻ തോക്ക് അച്ഛൻ്റെ നേരെ പിടിച്ച് അച്ഛൻ ഉണരുന്നതും കാത്ത് ഇരിപ്പായി. നീ തോക്കും പിടിച്ച് എന്തു ചെയ്യുകയാണ്? അച്ഛൻ്റെ ചോദ്യം കേട്ട് ഞാൻ കണ്ണുമിഴിച്ചു. രാവിലെ ആയപ്പോഴേക്കും ഞാൻ ഉറങ്ങിപ്പോയിരുന്നു. ഞാനൊരു കള്ളം തട്ടിവിട്ടു. കള്ളന്മാർ വന്ന് അകത്ത് കടക്കാൻ നോക്കി. അതുകൊണ്ട് തോക്കുമെടുത്ത് കാവലിരിക്കുകയാണ്. അച്ഛൻ എന്നോട് പുഴയിൽ പോയി പ്രാതലിന് വേണ്ട മീൻ പിടിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ ഉടൻ തന്നെ പുറത്തു കിടന്നു. പുഴയിൽ വെള്ളം പൊങ്ങിയിട്ടുണ്ട്. ധാരാളം മരക്കഷ്ണങ്ങൾ വെള്ളത്തിൽ ഒഴുകിപ്പോകുന്നത് കണ്ടു.
ചിലപ്പോൾ മരത്തടികളും. അവ പിടിച്ചെടുത്ത് പട്ടണത്തിൽ കൊണ്ട് വിറ്റാലോ എന്ന് ഞാൻ ആലോചിച്ചു. അപ്പോൾ ഒരു ചങ്ങാടം ഒഴുക്കിൽപ്പെട്ട് വരുന്നത് കണ്ടു. അതിൽ ആളില്ലെന്ന് മനസ്സിലായപ്പോൾ ഞാൻ പുഴയിൽ ചാടി നീന്തി ചങ്ങാടം കരക്കടിപ്പിച്ചു. ആരും കാണാതിരിക്കാൻ ഞാനത് ഒരു കുറ്റിക്കാട്ടിൽ ഒളിപ്പിച്ചു വെച്ചു. അപ്പോഴേക്കും വൃദ്ധൻ എന്നെ തിരഞ്ഞ് അവിടെ എത്തിയിരുന്നു. മീനൊന്നും കിട്ടിയില്ലെന്നറിഞ്ഞപ്പോൾ വൃദ്ധൻ എന്നെ കുറെ ശകാരിച്ചു. എൻ്റെ വസ്ത്രം എങ്ങനെയാണ് നനഞ്ഞതെന്ന് അങ്ങോർക്കറിയണം. പുഴയിൽ വീണതുകൊണ്ട് നനഞ്ഞതാണെന്ന് ഞാൻ പറഞ്ഞു. കുറച്ച് മീൻ പിടിച്ച ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ പോയി. വൃദ്ധനിൽ നിന്നും വിധവയിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗത്തെപ്പറ്റിയാണ് ഞാൻ അപ്പോഴും ആലോചിച്ചത്. 12 മണിയായപ്പോൾ ഞങ്ങൾ വീണ്ടും പുഴക്കരയിലെത്തി. ശക്തിയായി ഒഴുക്കുണ്ട്. അപ്പോൾ ഒരു കെട്ട് മരത്തടി ഒഴുകി വരുന്നത് കണ്ടു. ഞങ്ങൾ അത് പിടിച്ച് കരക്കടിപ്പിച്ചു. വേറെയും മരത്തടികൾ ഉണ്ടായിരുന്നുവെങ്കിലും അത് പിടിക്കാനൊന്നും വൃദ്ധന് ക്ഷമയില്ല. കിട്ടിയ മരത്തടികൾ ഉടനെ പട്ടണത്തിൽ കൊണ്ടുപോയി വിൽക്കണം. വീട്ടിൽ എത്തിയ ഉടനെ എന്നെ മുറിക്കുള്ളിലാക്കി വാതിൽ പൂട്ടി വൃദ്ധൻ സ്ഥലം വിട്ടു. അങ്ങോർ പോയ ഉടനെ ഞാൻ മൂലയിലെ മരപ്പലക നീക്കി പുറത്തു കടന്നു. ധാന്യപ്പൊടിയുടെ ചാക്ക്, പന്നിയിറച്ചി, പഞ്ചസാര, വെടിമരുന്ന്, പാത്രങ്ങൾ, തീപ്പെട്ടി, കടലാസ്, കമ്പിളി ഇതൊക്കെ കുറ്റിക്കാട്ടിൽ ഒളിപ്പിച്ചു വെച്ച ചങ്ങാടത്തിലെത്തിച്ചു. ഈർച്ചവാളും തോക്കുമെടുക്കാൻ ഞാൻ മറന്നില്ല. വീട്ടിൽ ഒന്നും തന്നെ ബാക്കി വെച്ചില്ല. അതിനുശേഷം മുറിയുടെ മൂലയിലെ പലക പഴയ മാതിരി തന്നെ ഉറപ്പിച്ചു. പിന്നെ ഞാൻ കാട്ടിൽ പോയി ഒരു പന്നിയെ വെടിവെച്ച് കൊണ്ടുവന്നു. മഴുവെടുത്ത് വാതിൽ വെട്ടിത്തുറന്നു. പന്നിയുടെ കഴുത്ത് മുറിച്ച് ചോര നിലത്തൊഴുക്കി. സ്വന്തം തലമുടി പറിച്ചെടുത്ത് ചോര പുരട്ടി മഴുവിൽ പിടിപ്പിച്ചു. അതിനുശേഷം പന്നിയെ പുഴയിൽ കൊണ്ടുപോയി എറിഞ്ഞു. ഒരു ചാക്കിൽ കുറെ കല്ലും കനമുള്ള സാധനങ്ങൾ നിറച്ച് വീട്ടിൽ നിന്ന് നിലത്തുകൂടെ വലിച്ചിഴച്ച് വെള്ളത്തിൽ കൊണ്ടുപോയി ഇട്ടു. വഴിയിൽ ധാന്യപ്പൊടി വിതറുകയും ചെയ്തു. കള്ളന്മാർ വീട് കൊള്ള ചെയ്തതിനും ഹക്കിനെ കൊലപ്പെടുത്തിയതിനും ഇതിൽ കൂടുതൽ എന്തു തെളിവ് വേണം? ഇതെല്ലാം കഴിഞ്ഞപ്പോൾ ഇരുട്ടി തുടങ്ങിയിരുന്നു. നിലാവുദിച്ചിട്ട് യാത്ര തുടരാമെന്ന ലക്ഷ്യത്തോടെ ഞാൻ ചങ്ങാടത്തിൽ തന്നെയിരുന്നു. അച്ഛൻ തിരിച്ചെത്തിയാൽ കള്ളന്മാരെ തിരഞ്ഞു നോക്കും. എൻ്റെ ശവശരീരത്തിനു വേണ്ടി പുഴയിൽ തിരച്ചിൽ തുടരുകയും ചെയ്യും. കുറച്ചു കഴിഞ്ഞാൽ മടുക്കും. അങ്ങനെ എന്നെക്കുറിച്ചുള്ള ചിന്തയും അവസാനിക്കും. ഞാൻ ജാക്സൺ ദ്വീപിലേക്ക് പോകാനാണ് തീരുമാനിച്ചത്. അവിടെ ആരും എത്തിപ്പെടില്ല. അവിടെ നിന്ന് രാത്രി സമയത്ത് പട്ടണത്തിൽ പോയി സാധനങ്ങൾ വാങ്ങാനുള്ള സൗകര്യവുമുണ്ട്. ഞാൻ ഓരോന്നാലോചിച്ച് ചങ്ങാടത്തിലിരുന്ന് ഉറങ്ങിപ്പോയി. എനിക്ക് നല്ല ക്ഷീണമുണ്ടായിരുന്നു. ഉണർന്നപ്പോൾ ചന്ദ്രൻ ഉദിച്ചു കഴിഞ്ഞിരുന്നു. ചുറ്റും പരന്നുകിടക്കുന്ന വിശാലമായ പുഴ. ഞാൻ പുറപ്പെടാനൊരുങ്ങി. അപ്പോൾ മുകളിൽ നിന്ന് തുഴയുടെ ശബ്ദം കേട്ടു. ഒരു തോണി അതിവേഗം പാഞ്ഞു വരുന്നു. തോണി അടുത്തുകൂടെ കടന്നുപോയപ്പോൾ അതിൽ ഒരാളെ ഉള്ളുവെന്ന് എനിക്ക് മനസ്സിലായി. അത് എൻ്റെ അച്ഛനായിരുന്നു. അദ്ദേഹം കുടിച്ചിട്ടില്ലെന്ന് തോന്നി. ഞാൻ ഒട്ടും താമസിച്ചില്ല. കരയ്ക്കടുത്തുകൂടെ 2.5 നാഴികകളോളം യാത്ര തുടർന്നു. അവിടെ ഒരു കടവുണ്ടായിരുന്നു. അവിടെ ആളുകൾ ഉണ്ടായിരിക്കുമെന്നും അവർ കണ്ടാൽ കുഴപ്പമാണെന്നും എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ പുഴയുടെ നടുവിലേക്ക് തുഴഞ്ഞു നീങ്ങി. അവിടെ കെട്ടുതടികളുടെ ഇടയിലെത്തിയപ്പോൾ ഞാൻ ചങ്ങാടത്തിൽ മലർന്നു കിടന്നു. എന്നിട്ട് പുകവലിച്ചു. മുകളിൽ തെളിഞ്ഞ ആകാശം. അത് നോക്കിക്കിടക്കാൻ തന്നെ ഒരു രസം തോന്നി. അപ്പോൾ എവിടെ നിന്നോ ആളുകൾ വർത്തമാനം പറയുന്ന ശബ്ദം എൻ്റെ കാതിലെത്തി. ചിലർ ചിരിക്കുന്നു, ചിലർ വിളിക്കുന്നു. സമയം 3 മണിയായെന്ന് ആരോ പറയുന്നതും ഞാൻ കേട്ടു. ഞാൻ എഴുന്നേറ്റ് നോക്കിയപ്പോൾ അകലെ ജാക്സൺ ദ്വീപ് കാണപ്പെട്ടു. 2 നാഴികളോളം താഴെയാണത്. നിറയെ വൃക്ഷങ്ങൾ. വെളിച്ചമില്ലാത്തൊരു സ്റ്റീം ബോട്ടാണ് ആ ദ്വീപെന്ന് എനിക്ക് തോന്നി. പുഴയും ദ്വീപും തമ്മിലുള്ള അതിർത്തി രേഖകളൊന്നും കാണാൻ കഴിഞ്ഞിരുന്നില്ല. ഒഴുക്കിന് നല്ല ശക്തിയുണ്ടായിരുന്നു. അതുകൊണ്ട് അധികം താമസിയാതെ തന്നെ ഞാൻ അവിടെ എത്തി. ആഴമുള്ളൊരു വിടവിലൂടെ ചങ്ങാടം കരയ്ക്കടുപ്പിച്ചു. അവിടെ പുല്ലും കാടും നിറഞ്ഞു കിടന്നിരുന്നു. അതിനുള്ളിൽ ചങ്ങാടം കെട്ടിയാൽ ആരും തന്നെ കാണില്ല.
ഞാൻ കരയിലുള്ള ഒരു മരത്തടിമേൽ കയറി നിന്ന് 4 പാടും നോക്കി. വിശാലമായ നദിയും അതിലൂടെ ഒഴുകിപ്പോകുന്ന മരത്തടികളും. 3 നാഴിക അകലെയുള്ള പട്ടണം. അവിടെ നിന്ന് തിളങ്ങുന്ന വെളിച്ചത്തിന്റെ പൊട്ടുകൾ. വലിയൊരു ചങ്ങാടം അപ്പോൾ നദിയിലൂടെ കടന്നുപോയി. അതിലൊരു റാന്തൽ വിളക്ക് കത്തിക്കൊണ്ടിരുന്നു. ആകാശം ചാരനിറം പൂശിക്കഴിഞ്ഞു. എങ്കിലും കുറച്ചുറങ്ങണമെന്ന് തോന്നി. ഞാൻ കാടിനുള്ളിൽ കയറി ഒരിടത്ത് കിടന്നു. ഉണർന്നപ്പോൾ സൂര്യൻ ഉയർന്നു കഴിഞ്ഞിരുന്നു. എന്നാലും നല്ല സുഖം. മരക്കൊമ്പിൽ നിന്ന് അണ്ണാറക്കണ്ണന്മാർ എന്നോട് കുശലം ചോദിച്ചു. അപ്പോൾ ഞാൻ നദിയുടെ മേലെ നിന്ന് വെടിയുടെ ഒച്ച കേട്ടു. നോക്കിയപ്പോൾ ഒരു ബോട്ട് നിറയെ ആളുകൾ. എനിക്ക് സംഗതി മനസ്സിലായി. അവർ എൻ്റെ ശവം തിരയുകയാണ്. വെടി പൊട്ടിച്ച് ശവം വെള്ളത്തിൻ്റെ മുകളിൽ വരുത്താനുള്ള ശ്രമത്തിലാണവർ. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. തീ കത്തിച്ചാൽ അവർക്ക് സംശയം തോന്നിയാലോ? അതുകൊണ്ട് അനങ്ങാതെ അവിടെ തന്നെ ഇരുന്നു. കുറച്ചെന്തെങ്കിലും തിന്നാൻ കിട്ടിയിരുന്നെങ്കിൽ അതും തിന്നുകൊണ്ട് തൻ്റെ ശവത്തിനു വേണ്ടിയുള്ള തിരച്ചിൽ നോക്കി രസിക്കാമായിരുന്നു. അപ്പോഴാണ് ഒരു സംഗതി എനിക്ക് ഓർമ്മ വന്നത്. ശവം കണ്ടുപിടിക്കാൻ അപ്പക്കഷ്ണം വെള്ളത്തിലൊഴുക്കുന്ന ഒരു പതിവുണ്ട്. അപ്പക്കഷ്ണം ശവത്തിന്മേൽ ചെന്ന് തങ്ങി നിൽക്കും. എൻ്റെ ശവത്തിനു വേണ്ടിയും അപ്പക്കഷ്ണം ഒഴുക്കുന്നുണ്ടാവില്ലേ? ഞാൻ ഭാഗ്യം പരീക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു. നദിയിലേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോൾ അതാ എന്നെയും തിരിഞ്ഞ് അപ്പക്കഷ്ണം പോകുന്നു. ഒരു വടി കൊണ്ട് ഞാനത് തോണ്ടിയെടുത്തു. അസലപ്പം. തിന്നാൻ എന്തു രുചിയാണെന്നോ! അപ്പം തിന്ന ശേഷം പുകവലിച്ച് ഞാൻ പുഴയിലെ കാഴ്ചകൾ ശ്രദ്ധിച്ചു. ബോട്ട് അടുത്തടുത്ത് വരികയാണ്. ഞാൻ മരത്തിൻ്റെ മറവിലേക്ക് നല്ല പോലെ മാറി നിന്നു. ബോട്ടിൽ ആരൊക്കെയുണ്ടെന്നോ? അച്ഛൻ, ജഡ്ജ് താച്ചർ, ജോ ഹാർപ്പർ, ടോം സോയർ, പോളി അമ്മായി, സിഡ്, മേരി, അങ്ങനെ പലരും. എല്ലാവരും കൊലപാതകത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. എനിക്കവരെ ശരിക്കും കാണാമായിരുന്നു. അവർക്കെന്നെ കാണാൻ കഴിഞ്ഞതുമില്ല. എങ്കിലും അവരെല്ലാം എന്നെ തുറിച്ചു നോക്കുന്നതുപോലെ എനിക്ക് തോന്നി. പെട്ടെന്ന് എൻ്റെ തൊട്ടടുത്ത് നിന്ന് ഒരു വെടി പൊട്ടി. എൻ്റെ ചെകിടടഞ്ഞുപോയി. കണ്ണിൽ പുക കയറുകയും ചെയ്തു. ബോട്ട് താഴോട്ട് യാത്ര തുടർന്നു. വെടിയൊച്ചിടയ്ക്കിടെ മുഴങ്ങിക്കൊണ്ടിരുന്നു. ദ്വീപിന് 3 നാഴിക നീളം വരും. ആ ദൂരവും പിന്നിട്ട് അവർ പിന്നെയും മുന്നോട്ട് പോയി. പിന്നെ മിസോറിയുടെ ഭാഗത്തുള്ള പുഴയിലൂടെ തിരിച്ചു. ഒടുവിലവർ തിരച്ചിൽ മതിയാക്കി പട്ടണത്തിലുള്ള തങ്ങളുടെ വീടുകളിലേക്ക് തിരിച്ചുപോയി. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് സമാധാനമായി. ഞാൻ ചങ്ങാടത്തിൽ നിന്ന് സാധനങ്ങൾ കരക്കിറക്കി. സാധനങ്ങൾ മഴ നനയാതെ സൂക്ഷിക്കാൻ വേണ്ടി കാട്ടിലൊരു കൂടാരമുണ്ടാക്കി. പിന്നീട് ഒരു വലിയ മത്സ്യത്തെ പിടിച്ച് വേവിച്ചു തിന്നു. ഇരുട്ടിയപ്പോൾ തീയുടെ അടുത്തിരുന്ന് പുകവലിച്ചു. വേറെ ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല. പുഴയിലെ മരത്തടികളും ആകാശത്തിലെ നക്ഷത്രങ്ങളും എണ്ണിക്കൊണ്ട് ഞാൻ കുറേ സമയം അങ്ങനെ ചെലവഴിച്ചു. അങ്ങനെ 3 രാത്രിയും പകലും കഴിഞ്ഞു. പിറ്റേന്ന് കാട്ടിലൂടെ ചുറ്റി നടന്ന് ഞാൻ പഴങ്ങൾ ശേഖരിച്ചു. നടന്ന് നടന്ന് ഞാൻ ദ്വീപിൻ്റെ അറ്റം വരെ എത്തി. കയ്യിൽ തോക്കുണ്ടായിരുന്നുവെങ്കിലും ഞാൻ ഒന്നിനെയും വെടിവെച്ചില്ല. വഴിക്ക് ഒരു കൂറ്റൻ പാമ്പിനെ കണ്ടു. ഭാഗ്യത്തിന് അതിനെ ചവിട്ടിപ്പോയില്ലെന്ന് മാത്രം. തൊട്ടടുത്തായി ആരോ തീ കൂട്ടിയ ചാരം എൻ്റെ കണ്ണിൽപ്പെട്ടു. ഞാനാകെ അന്താളിച്ചു പോയി. പിന്നെ ഒരടിയും ഞാൻ മുമ്പോട്ട് വെച്ചില്ല. ശ്വാസം പോലും വിടാതെ ഞാൻ അവിടെ നിന്ന് പിന്മാറി. ഒരു കമ്പിൽ ചവിട്ടിയപ്പോൾ പോലും ഞാൻ ഞെട്ടിവിറച്ചു. ഞാൻ വേഗം തന്നെ എൻ്റെ താവളത്തിലേക്ക് തിരിച്ചു. ഇതുവരെയും ഉണ്ടായിരുന്ന ഉന്മേഷം എന്നെ വിട്ടുപിരിഞ്ഞിരുന്നു. ഞാൻ സാധനങ്ങളെല്ലാം എടുത്ത് ചങ്ങാടത്തിലേക്ക് മാറ്റി. തീ കെടുത്തി. ചാരം 4 പടം വിതറി. അതിനുശേഷം ഒരു മരത്തിന്മേൽ കയറി കാത്തിരുന്നു. 2 മണിക്കൂറോളം അവിടെ ഇരുന്നു. ഒന്നും കാണാൻ കഴിഞ്ഞില്ല. പിന്നെ താഴെ ഇറങ്ങി കാട്ടിലൂടെ പതുങ്ങി പതുങ്ങി നടന്നു. തിന്നാൻ ചില പഴങ്ങളല്ലാതെ മറ്റൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. രാത്രിയിൽ വിശപ്പ് അസഹ്യമായി. നല്ല ഇരുട്ടുള്ള സമയം നോക്കി ഞാൻ ചങ്ങാടം മറുകരയിലേക്ക് തുഴഞ്ഞു.
രാത്രി അവിടെ കഴിച്ചു കൂട്ടാമെന്നാണ് കരുതിയത്. 1/4 നാഴിക ദൂരം കാട്ടിനുള്ളിലേക്ക് പോയി ഭക്ഷണം പാകം ചെയ്ത് കഴിച്ചു. ആളുകളുടെ ശബ്ദം പെട്ടെന്നെൻ്റെ കാതിലെത്തി. നമുക്ക് രാത്രിയിൽ ഇവിടെ തങ്ങാം എന്ന് കൂട്ടത്തിൽ ആരോ പറയുന്നതും കേട്ടു. ഞാൻ ഉടൻ തന്നെ സാധനങ്ങളെല്ലാം ചങ്ങാടത്തിൽ എടുത്തു നിറച്ചു. ഒരു നിമിഷം പോലും പിന്നെ അവിടെ നിന്നില്ല. നേരെ മറുവശത്തേക്ക് തന്നെ തുഴഞ്ഞ് മുമ്പ് ചങ്ങാടം നിർത്തിയിട്ടിരുന്ന സ്ഥലത്തെത്തി. അവിടെ ചങ്ങാടത്തിൽ തന്നെ ഉറങ്ങാമെന്ന് കരുതിയെങ്കിലും മനസ്സ് വന്നില്ല. ദ്വീപിൽ ആരാണുള്ളതെന്ന് കണ്ടുപിടിക്കാതെ ഒരു സ്വസ്ഥതയും കിട്ടില്ലെന്ന് തോന്നി. ഞാൻ ദ്വീപിൻ്റെ ഓരം ചേർന്നുകൊണ്ട് തുഴയാൻ തുടങ്ങി. പകൽ പോലുള്ള നിലാവ്. 1 മണിക്കൂർ കൊണ്ട് ഞാൻ ദ്വീപിൻ്റെ അറ്റം വരെ എത്തിക്കഴിഞ്ഞിരുന്നു. നേരിയ കാറ്റ് വീശി. നേരം വെളുക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഞാൻ ചങ്ങാടം നിർത്തി കരയ്ക്കിറങ്ങി. തോക്ക് കയ്യിലെടുത്ത് കാട്ടിലേക്ക് നടന്നു. അപ്പോഴേക്കും ആകാശത്തിൽ വെള്ളക്കീറി തുടങ്ങിയിരുന്നു. നടന്ന് നടന്ന് കാട്ടിൽ തീ കൂട്ടിയത് കണ്ട സ്ഥലത്തെത്തി. ഓരോ അടി മുമ്പോട്ട് വെച്ചതും ശ്രദ്ധിച്ചാണ്. പതുങ്ങി പതുങ്ങി തീയുടെ അടുത്തെത്തിയപ്പോൾ അതിനരികെ ഒരാൾ കിടന്നുറങ്ങുന്നത് കണ്ടു. ഒരു കമ്പിളി പുതച്ചിട്ടുണ്ട്. ഞാൻ വല്ലാതെ പേടിച്ചു. ഞാൻ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരുന്ന് ഉറങ്ങുന്ന രൂപത്തെ തന്നെ മിഴിച്ചു നോക്കി. പകൽ വെളിച്ചം പരന്നതോടെ ഉറങ്ങുന്ന ആൾ എഴുന്നേറ്റ് കോട്ടുവായിട്ടു. കമ്പിളി മാറ്റിയപ്പോൾ ഞാനാകെ അതിശയിച്ചു പോയി. അത് ജിമ്മായിരുന്നു. മിസ് വാട്സന്റെ അടിമ. ഹലോ ജിം, ഞാൻ വിളിച്ചു. എന്നെ കണ്ടപാട് ഒരു പ്രേതത്തെ കണ്ട പോലെ അവൻ ഭയപ്പെട്ടു പോയി. തന്നെ ഉപദ്രവിക്കരുതേ എന്ന് താണുകേണ് അപേക്ഷിച്ചു. ഞാൻ ചത്തിട്ടില്ലെന്ന് അവനെ ബോധ്യപ്പെടുത്താൻ വല്ലാതെ പാടുപെടേണ്ടി വന്നു. എന്നിട്ടും അവൻ എന്നെ തുറിച്ചു നോക്കി. ഞാൻ ചങ്ങാടത്തിൽ നിന്ന് ധാന്യപ്പൊടിയും പന്നിയിറച്ചിയും പഞ്ചസാരയും പാത്രങ്ങളും മറ്റും എടുത്തുകൊണ്ടുവന്നു. ജിം വിചാരിച്ചത് ഞാനതെല്ലാം മാന്ത്രിക വിദ്യ കൊണ്ട് വരുത്തിയതായിരിക്കുമെന്നാണ്. അവൻ ഒരൊഴിഞ്ഞ സ്ഥലത്ത് തീ കൂട്ടി. ഞാൻ വലിയൊരു മീനെ പിടിച്ചുകൊണ്ട് വരികയും ചെയ്തു. ജിം മത്സ്യത്തെ നന്നായി വറുത്തു. ഞങ്ങൾ പുല്ലിലിരുന്ന് ചൂടോടെ പ്രാതൽ കഴിക്കാൻ തുടങ്ങി. ജിം വാരിക്കൊരി തിന്നുന്നുണ്ടായിരുന്നു. അവൻ പട്ടിണി കിടക്കുകയായിരുന്നെന്ന് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. വിശപ്പ് മാറിയപ്പോൾ ജിമ്മിനൊരു സംശയം. അന്ന് മരിച്ചത് ഹക്കല്ലെങ്കിൽ പിന്നെ ആരാണ്? ഞാൻ എല്ലാം അവനോട് വിസ്തരിച്ച് പറഞ്ഞു. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ഉഗ്രനായിട്ടുണ്ടെന്ന് അവൻ അഭിപ്രായപ്പെട്ടു. അല്ല, ജിം എങ്ങനെയാണ് ഇവിടെ എത്തിയത്? ഞാൻ ചോദിച്ചു. അത് പറയാൻ ജിമ്മിന് പ്രയാസമുള്ളതുപോലെ തോന്നി. ഞാൻ ആരോടും പറയില്ലെന്ന് സത്യം ചെയ്തപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ഓടിപ്പോന്നതാണ്. അവൻ കഥ മുഴുവനും എന്നോട് പറഞ്ഞു. ജിമ്മിനെ വാങ്ങാൻ ഒരു കാപ്പിരി കച്ചവടക്കാരൻ മിസ് വാട്സന്റെ അടുത്ത് വന്നിരുന്നു. $800 അയാൾ കൊടുക്കാമെന്ന് പറഞ്ഞത്. മിസ് വാട്സൺ അതിനെക്കുറിച്ച് വിധവയോട് സംസാരിക്കുന്നത് ജിം ഒളിഞ്ഞു നിന്ന് കേട്ടു. അവൻ അന്ന് രാത്രി തന്നെ അവിടെ നിന്ന് ഒളിച്ചോടി. കടവിൽ നിന്ന് ഒരു തോണി മോഷ്ടിക്കാമെന്നാണ് കരുതിയത്. കടവിൽ ആളുകൾ ഉണ്ടായിരുന്നുകൊണ്ട് അതിന് പറ്റിയില്ല. അതുകൊണ്ട് ഒരു പൊളിഞ്ഞ കടയിൽ കയറി ഒളിച്ചിരുന്നു. 6 മണിയായതോടുകൂടി ബോട്ടുകൾ നീങ്ങിത്തുടങ്ങി. ആളുകളെല്ലാം ഹക്കിന്റെ കൊലപാതകത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. ഹക്കിന്റെ ശവത്തിനു വേണ്ടി തിരയുന്ന ബോട്ടും ജിം കാണുകയുണ്ടായി. ഇരുട്ടിയപ്പോൾ അവൻ പുഴ വക്കിലൂടെ നടന്നു. വീടും ആളുകളും ഒന്നുമില്ലാത്തൊരു വഴിക്ക്. കുറച്ച് നടന്നപ്പോൾ പുഴയിലൂടെ സഞ്ചരിക്കുന്നതാണ് സുരക്ഷിതമെന്ന് തോന്നി. ഒരു വളവിലെത്തിയപ്പോൾ പുഴയിലൂടെ ഒരു വെളിച്ചം വരുന്നത് കണ്ടു. വലിയൊരു ചങ്ങാടമായിരുന്നു അത്. ജിം വെള്ളത്തിലിറങ്ങി മരത്തടിയിൽ കയറിപ്പറ്റി. റാന്തൽ വെളിച്ചവും ആൾക്കാരും മറ്റേ അറ്റത്തായിരുന്നു. പുലരുമ്പോഴേക്കും ഇല്ലിനോയുടെ ഭാഗത്തുള്ള കാടുകളിൽ ചെന്ന് പറ്റാമെന്നാണ് അവൻ കരുതിയത്. നിർഭാഗ്യത്തിന് ദ്വീപിന്റെ അടുത്ത് എത്താറായപ്പോൾ റാന്തൽ വെളിച്ചവുമായി ഒരാൾ അവന്റെ അടുത്തേക്ക് നടന്നു വന്നു. അപകടം മനസ്സിലാക്കിയ ജിം വെള്ളത്തിൽ എടുത്തു ചാടി നീന്തി. ഒരുവിധം കരപറ്റി അവൻ കാട്ടിലൊളിച്ചു. തൊപ്പിക്കുള്ളിൽ ഉണ്ടായിരുന്ന അവന്റെ പൈപ്പും തീപ്പെട്ടി കോലുകളും നനഞ്ഞിരുന്നില്ല.
ജിം പറഞ്ഞ് അവസാനിച്ചപ്പോൾ കുറെ ചെറിയ കിളികൾ തത്തിപ്പറന്ന് നിലത്തു വന്നിരുന്നു. അത് മഴ പെയ്യാൻ പോകുന്നതിന്റെ ലക്ഷണമാണെന്ന് ജിം പറഞ്ഞു. അത്തരം പല ശകുനങ്ങളും അവനറിയാം. തേനീച്ച വിഡ്ഢികളെ കുത്തില്ലത്രേ. രോമം നിറഞ്ഞ കൈകളും നെഞ്ചുമുള്ളവൻ പണക്കാരനായി തീരും. ഇങ്ങനെ പലതും. രോമം നിറഞ്ഞ കൈകളും നെഞ്ചും നിനക്കുണ്ടല്ലോ ജിം? ഞാൻ ചോദിച്ചു. ഉണ്ട്. നീ അപ്പോൾ പണക്കാരനാണോ? ശരിക്ക് പറഞ്ഞാൽ പണക്കാരൻ തന്നെ. എൻ്റെ ഇപ്പോഴത്തെ വില $800 കാര്യം അറിയില്ലേ? അത് കയ്യിൽ കിട്ടിയാൽ മതി. ദ്വീപിൽ ചുറ്റി നടക്കുന്നതിനിടയിൽ എന്നെ ആകർഷിച്ച ഒരു പ്രത്യേക സ്ഥലമുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ പോയി നോക്കുവാൻ തന്നെ തീരുമാനിച്ചു. 40 അടിയോളം പൊക്കമുള്ള ഒരു കുന്നായിരുന്നു അത്. വളരെ ചെങ്കുത്തായതുകൊണ്ട് അതിൽ കയറാൻ വല്ലാത്ത പാടുപെടേണ്ടി വന്നു. പോരാത്തതിന് ഇടതൂർന്ന കാടും. ഞങ്ങൾ അതിൻ്റെ മുകളിൽ വലിയൊരു ഗുഹ കണ്ടു. 2-3 മുറികൾ ചേർന്നത്ര വലിപ്പമുണ്ടതിന്. ജിമ്മിനതിൽ നിവർന്നു നിൽക്കാൻ മാത്രം ഉയരമുണ്ട്. ഗുഹയിൽ നല്ല തണുപ്പ് തോന്നി. സാധനങ്ങളെല്ലാം സൂക്ഷിക്കാൻ പറ്റിയ സ്ഥലമാണതെന്ന് ജിം പറഞ്ഞു. എപ്പോഴും കയറാനും ഇറങ്ങാനുമുള്ള പ്രയാസമോർത്ത് എനിക്കത് സമ്മതമായില്ല. എന്നാൽ ആരെങ്കിലും ദ്വീപിൽ വന്നാൽ ഒളിച്ചിരിക്കാൻ പറ്റിയ സ്ഥലം ആ ഗുഹയാണെന്നും അതുകൊണ്ട് സാധനങ്ങളൊക്കെ അവിടെ സൂക്ഷിക്കണമെന്നുമായി ജിം. പോരാത്തതിന് മഴയും വരുന്നുണ്ടായിരുന്നു. ഒടുവിൽ ചങ്ങാടത്തിൽ നിന്ന് സാധനങ്ങളെല്ലാം ഞങ്ങൾ ഗുഹയിലെത്തിച്ചു. ചങ്ങാടമാകട്ടെ മരങ്ങൾക്കിടയിൽ ഒളിപ്പിച്ചു വെക്കുകയും ചെയ്തു. പിന്നെ ചൂണ്ടയിട്ട് കുറേ മീൻ പിടിച്ചു. ഗുഹയിൽ കൊണ്ടുപോയി അവ പാകം ചെയ്തു. അവിടെ തീ കൂട്ടാൻ നല്ല സൗകര്യമുണ്ടായിരുന്നു. നിലത്ത് കമ്പിളി വിരിച്ചിരുന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. താമസമുണ്ടായില്ല. ഇടിയും മിന്നലും തുടങ്ങി. കനത്ത മഴയും. ചുറ്റും ഇരുൾ വ്യാപിച്ചു. ഉഗ്രൻ കാറ്റിൽ മരങ്ങളും ഇലകളും വിറഞ്ഞു തുള്ളി. പെട്ടെന്ന് മിന്നലിന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന വെളിച്ചം. വീണ്ടും ഇരുട്ട്. വീപ്പകൾ ഉരുട്ടി മറിക്കുന്നതുപോലുള്ള ഇടിമുഴക്കം. ഞാൻ ഒരു കഷ്ണം മീൻ കൂടി എടുത്തു തിന്നു. ഞങ്ങൾ സുരക്ഷിതരാണല്ലോ എന്നോർത്തപ്പോൾ വലിയ ആശ്വാസം തോന്നി. ദിവസങ്ങളോളം നദിയിൽ വെള്ളം പൊങ്ങി നിന്നു. താണ പ്രദേശമെല്ലാം വെള്ളത്തിനടിയിലായി. ഞങ്ങൾ പകൽ സമയത്ത് ചങ്ങാടത്തിൽ ദ്വീപ് മുഴുവൻ ചുറ്റി സഞ്ചരിക്കും. വീണ് കിടക്കുന്ന മരങ്ങൾക്കിടയിലൂടെയും വള്ളികൾക്കിടയിലൂടെയുമുള്ള ആ യാത്ര വളരെ രസകരമായിരുന്നു. വീണ് കിടക്കുന്ന മരങ്ങളിൽ മുയലുകളും പാമ്പുകളും മറ്റും അഭയം തേടിയിരുന്നു. പട്ടിണി കിടക്കുന്നതുകൊണ്ട് അവയ്ക്ക് അനങ്ങാൻ പോലും ജീവനുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ഗുഹയുള്ള കുന്നിന്മേലാകട്ടെ പലതരത്തിലുള്ള ജീവികളും താവളമടിച്ചിരുന്നു. ഒരു ദിവസം രാത്രി ഞങ്ങൾ ഒഴുകിപ്പോകുന്ന കുറേ മരപ്പലകകൾ പിടിച്ചെടുത്തു. നല്ല വീതിയും നീളവുമുള്ള പലകകളായിരുന്നു അവ. പകൽ സമയത്ത് മരത്തടികൾ ഒഴുകിപ്പോകുന്നത് കാണാമായിരുന്നെങ്കിലും ഞങ്ങൾ പുറത്തിറങ്ങിയിരുന്നില്ല. ഒരു ദിവസം പടിഞ്ഞാറ് ഭാഗത്തുനിന്ന് മരം കൊണ്ട് പണിതൊരു വീട് ഒഴുകി വരുന്നത് ഞങ്ങളുടെ കണ്ണിൽപ്പെട്ടു. നേരം നല്ല പോലെ വെളുത്തിരുന്നില്ല. വീട് ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞിട്ടുണ്ട്. ഇരുനില കെട്ടിടമാണ്. ഞങ്ങൾ തുഴഞ്ഞു ചെന്ന് അതിൻ്റെ മുകളിൽ കയറി. ജനാലയിലൂടെ ഉള്ളിലോട്ട് പാളി നോക്കി. അകത്ത് ഇരുട്ടായിരുന്നു. ഒരു കിടക്കയും മേശയും 1-2 കസാരകളും ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞു. നിലത്ത് പല സാധനങ്ങളും കിടപ്പുണ്ടായിരുന്നു. ചുവരിൽ കുറേ വസ്ത്രങ്ങളും തൂക്കിയിട്ടിരിക്കുന്നു. മൂലയിൽ ഒരാളെപ്പോലെ ഒരു രൂപം കിടക്കുന്നുണ്ടായിരുന്നു. ജിം വിളിച്ചു നോക്കി. യാതൊരു അനക്കവുമില്ല. അതൊരു ശവമായിരുന്നു. ചത്തിട്ട് 2-3 ദിവസമായതുപോലെ തോന്നി. പുറത്ത് വെടിയേറ്റ അടയാളമുണ്ട്. എനിക്ക് ശവത്തിൻ്റെ മുഖം കാണണമെന്നുണ്ടായിരുന്നു. ജിം അതിന് സമ്മതിച്ചില്ല. അവൻ കുറെ കീറത്തുണി വാരി ശവത്തിൻ്റെ മുഖം മൂടിക്കളഞ്ഞു. ആ മുഖം കാണേണ്ട എന്ന് അവൻ എന്നോട് പറയുകയും ചെയ്തു. നിലത്ത് ചീട്ടുകളും വിസ്കി കുപ്പികളും ചിതറിക്കിടക്കുന്നുണ്ടായിരുന്നു. കറുത്ത മുഖംമൂടികൾ, തൊപ്പി, ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും വസ്ത്രങ്ങൾ എന്നിവയും അവിടെ കാണപ്പെട്ടു. പാൽ നിറച്ചൊരു കുപ്പിയും അവിടെ ഉണ്ടായിരുന്നു. ഒരു പത്തായവും മൂടിയിളക്കുന്ന ഒരു പെട്ടിയും ഞങ്ങൾ കണ്ടു. അതിൻ്റെ അകം കാലിയായിരുന്നു. സാധനങ്ങൾ ചിതറിക്കിടക്കുന്നത് കണ്ടപ്പോൾ
ആളുകൾ പെട്ടെന്ന് സ്ഥലം വിട്ടതായിരിക്കുമെന്ന് ഞങ്ങൾ ഊഹിച്ചു. ഒരു 100 കൂട്ടം സാധനങ്ങൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടി. തകരവിളക്ക്, കത്തി, മെഴുകുതിരി, ആണി, സൂചി, മരുന്ന് കുപ്പികൾ, ചൂണ്ട, കിടക്കവിരി, ഇങ്ങനെ ഞങ്ങൾക്കാവശ്യമുള്ള നിരവധി വസ്തുക്കൾ. എല്ലാം പെറുക്കി കഴിഞ്ഞപ്പോൾ ദ്വീപിൽ നിന്ന് ഞങ്ങൾ 1/4 നാഴിക ചുവടെ എത്തിക്കഴിഞ്ഞിരുന്നു. സാധനങ്ങളോടൊപ്പം ഞാൻ ജിമ്മിനെയും ചങ്ങാടത്തിൽ കിടത്തി. എന്നിട്ട് ഒരു വിരി കൊണ്ട് മൂടി. അവനെ മറ്റുള്ളവർ കാണുന്നത് ആപത്താണ്. വഴിയിൽ കുഴപ്പമൊന്നുമില്ലാതെ ഞങ്ങൾ ദ്വീപിൽ തിരിച്ചെത്തി. പ്രാതൽ കഴിഞ്ഞപ്പോൾ ഞാൻ മരിച്ച ആളെപ്പറ്റി പറഞ്ഞു. അയാളെ ആരാണ് വെടിവെച്ചതെന്നും എന്തിനാണ് കൊന്നതെന്നും അറിയാൻ എനിക്ക് താല്പര്യമുണ്ടായിരുന്നു. നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കോഫി ടൈം ഓഡിയോ ബുക്സ് യൂട്യൂബ് ചാനൽ. പക്ഷേ ജിമ്മിനത് ഇഷ്ടമായില്ല. മരിച്ച ആളുകളെക്കുറിച്ച് സംസാരിച്ചാൽ ഭാഗ്യക്കേടാണത്രേ. എന്നു മാത്രമല്ല, മറവ് ചെയ്യാത്ത ശവമായതുകൊണ്ട് പ്രേതബാധ ഉണ്ടാവുകയും ചെയ്യും. ഞാൻ പിന്നെ കൂടുതലൊന്നും പറഞ്ഞില്ല. ഞങ്ങൾ വസ്ത്രങ്ങളെടുത്ത് പരിശോധിച്ചു. ഒരു കോട്ടിൻ്റെ ഉള്ളിൽ $8 തുന്നിപ്പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് കയ്യിലെടുത്ത് ഞാൻ ജിമ്മിനെ നോക്കി. തലേന്ന് കുന്നിൻ മുകളിൽ കണ്ട ഒരു പാമ്പിൻ തോൽ ഞാൻ കൈ കൊണ്ട് തൊട്ടിരുന്നു. അത് വലിയ ഭാഗ്യക്കേടാണെന്ന് ജിം പറയുകയുണ്ടായി. ആ ഭാഗ്യക്കേട് കൊണ്ടാണ് ഇപ്പോൾ $8 കിട്ടിയതെന്നും ഇതുപോലെയുള്ള ഭാഗ്യക്കേടുകൾ ദിവസേന ഉണ്ടാകുന്നത് നല്ലതാണെന്നും ഞാൻ പറഞ്ഞത് ജിമ്മിനെ ദേഷ്യം പിടിപ്പിച്ചു. ഒരു വെള്ളിയാഴ്ച രാത്രിയാണ് ആ സംഭവമുണ്ടായത്. ഞങ്ങൾ ഭക്ഷണത്തിന് ശേഷം കുന്നിൻ മുകളിലെ പുൽത്തകിടിയിൽ കിടക്കുകയായിരുന്നു. പുകയില തീർന്നപ്പോൾ ഞാനതെടുക്കാൻ ഗുഹയിലേക്ക് ചെന്നു. അപ്പോൾ അവിടെ ഒരു പാമ്പിനെ കണ്ടു. ഞാൻ വടിയെടുത്ത് അതിനെ അടിച്ചു കൊന്നു. അപ്പോൾ എനിക്കൊരു തമാശ തോന്നി. ജിമ്മിന് കിടക്കാനുള്ള വിരിയുടെ അടിയിൽ ഞാൻ പാമ്പിനെ കൊണ്ടുചെന്നിട്ടു. രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ അക്കാര്യം ഞാൻ മറന്നു പോവുകയും ചെയ്തു. ജിം ഉറക്കമായപ്പോൾ ചത്ത പാമ്പിന്റെ ഇണ അവിടെ എത്തി അവനെ കടിച്ചു. ജിം ചാടി എഴുന്നേറ്റ് നിലവിളിച്ചു. വിളക്ക് കത്തിച്ച് നോക്കിയപ്പോൾ പാമ്പ് തല ഉയർത്തി നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഞാൻ അപ്പോൾ തന്നെ അതിനെ അടിച്ചു കൊന്നു. ജിം വിസ്കി പാത്രമെടുത്ത് കുടിക്കാനും തുടങ്ങി. അവന്റെ കാലിലാണ് പാമ്പ് കടിച്ചിട്ടുള്ളത്. ഞാനാണല്ലോ ഇതിനെല്ലാം കാരണക്കാരൻ എന്ന ചിന്ത എന്നെ വല്ലാതെ വിഷമിപ്പിച്ചു. ജിം പാമ്പിന്റെ തൊലി ഉരിച്ച് ഒരു കഷ്ണം അവന് വറുത്തു കൊടുക്കാൻ എന്നോട് പറഞ്ഞു. അത് തിന്നാൽ സുഖപ്പെടുമെന്നാണ് അവൻ കരുതുന്നത്. ജിം വിസ്കി വീണ്ടും വീണ്ടും കുടിച്ചുകൊണ്ടിരുന്നു. അവൻ തല കുലുക്കി അട്ടഹസിച്ചു. കടിയേറ്റ കാൽ തടിച്ചു വീർത്തു. കൂടുതൽ വിസ്കി അകത്ത് ചെന്നതുകൊണ്ട് അവൻ പെട്ടെന്ന് തന്നെ തളർന്നു മയങ്ങി. 4 പകലും രാവും ജിം കിടപ്പിൽ തന്നെയായിരുന്നു. പിന്നെ വീക്കം കുറഞ്ഞു. എഴുന്നേറ്റപ്പോൾ ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന മട്ടിൽ അവൻ എന്നെ നോക്കി. ജിം പറഞ്ഞത് ശരിയാണെന്ന് എനിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. സ്വന്തം കൈകൊണ്ട് ഇനി പാമ്പിൻ തോൽ തൊടുന്നതല്ലെന്ന് ഞാൻ നിശ്ചയിച്ചു. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. നദിയിലെ വെള്ളം താണു. ഞങ്ങൾ വലിയ ചൂണ്ടയിട്ട് മീൻ പിടിക്കുകയായിരുന്നു. ചൂണ്ടയിലിര തോലുരിച്ച ഒരു മുയൽ തന്നെ. ഞങ്ങൾക്കൊരു കൂറ്റൻ മീനിനെ കിട്ടി. 200-ലധികം റാത്തൽ തൂക്കം, 6 അടിയിലധികം നീളവും. അതിനെ പിടിക്കാൻ ഞങ്ങൾ നന്നേ പാടുപെട്ടു. പുഴയിൽ ഞങ്ങൾ വീണു പോകേണ്ടതായിരുന്നു. തുള്ളിച്ചാടി കുറെ കഴിഞ്ഞപ്പോൾ മത്സ്യം നിശ്ചലമായി. മിസിസിപ്പിയിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ മത്സ്യമായിരിക്കും അതെന്ന് ഞങ്ങൾക്ക് തോന്നി. അതിനെ ഗ്രാമത്തിലെ ചന്തയിൽ കൊണ്ടുപോയി മുറിച്ചു വിറ്റാൽ നല്ല വില കിട്ടിയേനെ. അതിൻ്റെ മാംസം വറുക്കാൻ അസൽ സാധനമാണ്. പിറ്റേന്ന് കാലത്ത് എനിക്ക് വല്ലാത്ത മുഷിപ്പ് തോന്നി. പുറം ലോകത്തെ വിവരങ്ങളൊക്കെ ഒന്നറിയാൻ മോഹം. പട്ടണത്തിലേക്ക് പോയാലോ? ഞാൻ ജിമ്മിനോട് കാര്യം പറഞ്ഞു. അവനും സമ്മതമായിരുന്നു. പക്ഷേ ഇരുട്ടിയിട്ടേ പോകാൻ പാടുള്ളൂ എന്ന് അവൻ ഉപദേശിച്ചു. മറ്റൊരാശയം കൂടി ജിമ്മിന്റെ മനസ്സിൽ വന്നു. ശരിക്കുള്ള വേഷത്തിൽ പോകുന്നത് അപകടമല്ലേ? എന്തുകൊണ്ട് ഒരു പെൺകുട്ടിയുടെ വേഷം ധരിച്ചുകൂടാ? ഞങ്ങൾ പഴയ തുണികളെടുത്ത് പരിശോധിച്ചു. പെൺകുട്ടിക്ക് പറ്റിയ ഒരു അങ്കി കണ്ടുകിട്ടി.
ഞാൻ ട്രൗസർ മുട്ടോളം മടക്കി വെച്ചു. പിന്നെ അങ്കിയെടുത്ത് ധരിച്ചു. ജിം പിന്നിൽ നിന്ന് കുടുക്കുകൾ ഇട്ടു തന്നു. ഒരു തൊപ്പിയെടുത്ത് ധരിച്ച ശേഷം അത് താടിക്ക് ചൂട്ടിൽ കെട്ടിനിർത്തി. ആകപ്പാടെ എന്റെ വേഷം ഉഗ്രനായിട്ടുണ്ടെന്നാണ് ജിം അഭിപ്രായപ്പെട്ടത്. പകൽ വെളിച്ചത്തിൽ പോലും എന്നെ തിരിച്ചറിയാൻ കഴിയില്ലത്രേ. പക്ഷേ ഞാൻ നടക്കുന്നത് പെൺകുട്ടികൾ നടക്കുന്നത് പോലെയല്ലെന്ന് ജിം പറഞ്ഞു. അതുപോലെ വസ്ത്രം പൊക്കി പോക്കറ്റിൽ കൈയിടരുതെന്നും അവൻ ഓർമ്മിപ്പിച്ചു. ഞാൻ പകൽ മുഴുവൻ എന്റെ പുതിയ വേഷത്തിൽ നടന്ന് പരിചയിച്ചു. ഇരുട്ട് പരന്നപ്പോൾ ഞാൻ യാത്ര പുറപ്പെട്ടു. ഒരു തോണിയിൽ കയറി ഇല്ലിനോയുടെ കരയിൽ ചെന്നിറങ്ങി. അവിടെ നിന്ന് പട്ടണത്തിലേക്ക് പുറപ്പെട്ടു. വഴിയിൽ കുറേ കാലമായി ആൾപ്പാർപ്പില്ലാത്ത ഒരു ചെറ്റക്കുടിലുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു വെളിച്ചം കണ്ടു. ഞാൻ ജനാലയിലൂടെ അകത്തേക്കൊന്ന് പാളി നോക്കി. അകത്ത് 40 വയസ്സോളം പ്രായമുള്ള ഒരു സ്ത്രീ എന്തോ തുന്നിക്കൊണ്ടിരിക്കുന്നു. അവരെ എനിക്ക് പരിചയമില്ലായിരുന്നു. അത് ഭാഗ്യമായി തോന്നി. മറ്റാരെങ്കിലും ആണെങ്കിൽ ശബ്ദം കേട്ട് എന്നെ തിരിച്ചറിഞ്ഞേനെ. പട്ടണത്തിലെ അടുത്ത കാലത്തെ വിശേഷങ്ങളെല്ലാം അവരിൽ നിന്ന് അറിയാൻ കഴിയുമെന്ന് എനിക്ക് തോന്നി. ഞാൻ വാതിലിൽ മുട്ടി വിളിച്ച് പുറത്ത് കാത്തുനിന്നു. സ്ത്രീ വാതിൽ തുറന്ന് എന്നോട് അകത്തു വരാൻ പറഞ്ഞു. അവരെന്നെ ആകെയൊന്ന് സൂക്ഷിച്ചു നോക്കി. പേരെന്താണ്? സേറ വില്യംസ്. എവിടെയാണ് താമസിക്കുന്നത്? ഹുക്കർവില്ലിൽ. ഇവിടെ നിന്ന് 7 നാഴിക ദൂരമുണ്ട്. നടന്ന് ക്ഷീണിച്ചിട്ടുണ്ടാകും അല്ലേ? എനിക്ക് ക്ഷീണമൊന്നുമില്ല. എന്റെ അമ്മയ്ക്ക് തീരെ സുഖമില്ല. ആ വിവരം എന്റെ അമ്മാവനോട് പറയാൻ വന്നതാണ്. അവരിവിടെ അടുത്താണ് താമസം. രാത്രിയിൽ തനിച്ചു പോകേണ്ടതും അന്ന് രാത്രി അവിടെ താമസിക്കാമെന്നും സ്ത്രീ പറഞ്ഞു. അവരുടെ ഭർത്താവ് കുറച്ചു കഴിഞ്ഞാൽ വരുമത്രേ. ആ സ്ത്രീ അവരെപ്പറ്റിയും അവരുടെ ബന്ധുക്കളെപ്പറ്റിയും കുറെ സംസാരിച്ചു. അവസാനം ഹക്കിന്റെ കൊലപാതകം സംബന്ധിച്ച വാർത്തയിലെത്തി. ആരാണ് ആ കൊല ചെയ്തത്? ഞാൻ ചോദിച്ചു. ഹക്കിന്റെ അച്ഛൻ തന്നെയായിരിക്കുമെന്നാണ് ആദ്യം ആളുകൾ കരുതിയത്. പിന്നീട് മനസ്സിലായി ജിം എന്നു പേരുള്ള ഒരു കാപ്പിരിയാണെന്ന്. ഹക്കിനെ കൊല ചെയ്ത അന്ന് തന്നെയാണ് അവൻ ഒളിച്ചോടിയത്. വൃദ്ധനെയും ഇപ്പോൾ കാണാനില്ല. ഹക്കിന്റെ ശവം തിരയുമ്പോൾ ആളുകളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. പിന്നെ ജിമ്മിനെ കുറിച്ച് സംശയമായപ്പോൾ കാപ്പിരിയെ തേടിപ്പോകാൻ കുറച്ച് പണം ജഡ്ജ് താച്ചറിൽ നിന്ന് വാങ്ങിയിരുന്നു. ആ പണവും കുടിച്ച് അർദ്ധരാത്രി വരെ ബഹളം കൂട്ടി നടന്നതായും പറയപ്പെടുന്നു. അതിനുശേഷം വൃദ്ധനെ കണ്ടവരായി ആരും തന്നെയില്ല. കാപ്പിരിയാണ് ഹക്കിനെ കൊന്നതെന്നാണോ എല്ലാവരും വിചാരിക്കുന്നത്? ഞാൻ വീണ്ടും ചോദിച്ചു. അവനെ പിടിച്ച് ചോദ്യം ചെയ്താൽ സത്യം കണ്ടുപിടിക്കാൻ കഴിയുമെന്നാണ് പലരുടെയും വിശ്വാസം. അവനെ കണ്ടുപിടിക്കുന്നവർക്ക് $300 സമ്മാനവുമുണ്ട്. ആളുകളിപ്പോഴും ജിമ്മിനെ തിരയുന്നുണ്ടോ? അതിലെന്താ സംശയം? $300 വെറുതെ കിട്ടുമോ? ജാക്സൺ ദ്വീപിൽ ആ കാപ്പിരി ഉണ്ടെന്നാണ് എന്റെ ബലമായ വിശ്വാസം. അവിടെ ആൾപ്പാർപ്പില്ലെന്ന് പൊതുവെ പറയുന്നുണ്ടെങ്കിലും 1-2 നാൾ മുമ്പ് ഞാൻ അവിടെ നിന്ന് പുക പൊങ്ങുന്നത് കണ്ടിരുന്നു. ഞാനത് എന്റെ ഭർത്താവിനോട് പറഞ്ഞു. അദ്ദേഹവും വേറൊരാളും കൂടി ഇന്നവിടെ തിരയാൻ പോകുന്നുണ്ട്. എന്റെ ഉള്ളൊന്നു കാളി. ആകെ കൂടി ഒരസ്വസ്ഥത. കൈകൊണ്ട് എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നെനിക്ക് തോന്നി. മേശപ്പുറത്ത് നിന്നൊരു സൂചിയെടുത്ത് ഞാൻ നൂൽ കോർക്കാൻ ശ്രമിച്ചു. പക്ഷേ കഴിഞ്ഞില്ല. അപ്പോൾ ആ സ്ത്രീ ഒരു നേരിയ ചിരിയോടെ എന്നെ നോക്കുന്നുണ്ടായിരുന്നു. നിന്റെ പേര് എന്താണെന്നാ പറഞ്ഞത്? മേരി വില്യംസ്. സേറ വില്യംസ് എന്നല്ലേ ആദ്യം പറഞ്ഞത്? ഹാ, സേറ മേരി വില്യംസ് എന്നാണ് ശരിക്കുള്ള പേര്. ചിലർ സാറ എന്ന് വിളിക്കും, മറ്റു ചിലർ മേരി എന്നും. എനിക്ക് എങ്ങനെയെങ്കിലും അവിടെ നിന്നും പുറത്തു കടന്നാൽ മതിയെന്നുണ്ടായിരുന്നു. അപ്പോൾ മുറിയിലെ മൂലയിൽ ഒരു എലി പ്രത്യക്ഷപ്പെട്ടു. സ്ത്രീ അതിനെ എറിയാൻ ഒരു ഈയക്കെട്ടി കയ്യിലെടുത്തു. തന്റെ കൈ ഉളുക്കിയിരിക്കുകയാണെന്നും അതുകൊണ്ട് എറിയാൻ പ്രയാസമുണ്ടെന്നും അവർ പറഞ്ഞു. അവർ ഈയക്കെട്ടി എന്റെ കയ്യിൽ തന്നു. എന്റെ ഏറ് ലക്ഷ്യത്തിൽ തന്നെ പോയി കൊള്ളുകയും ചെയ്തു. അതിനുശേഷം അവർ ഈയക്കെട്ടി എന്റെ മടിയിലേക്കിട്ടു. ഞാൻ കാൽ 2 മടിപ്പിച്ച് അത് പിടിക്കുകയും ചെയ്തു. ഇതൊക്കെ ചെയ്യുമ്പോൾ അവർ എന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കുന്നുണ്ടായിരുന്നു. നിന്റെ ശരിയായ പേരെന്താണ്?
ചോദ്യം കേട്ടപ്പോൾ ഞാൻ ഇല പോലെ വിറച്ചു. നിങ്ങൾ ഈ പാവം പെൺകുട്ടിയെ കളിയാക്കുകയാണോ? പെൺകുട്ടി? ടോം എന്നോ സിൻ എന്നോ എന്താണ് നിന്റെ പേര്? നീ വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോയതല്ലേ? സത്യം പറയൂ, ഞാൻ നിന്നെ ഉപദ്രവിക്കില്ല. എന്റെ മാതാപിതാക്കൾ മരിച്ചുപോയെന്നും ഒരു കൃഷിക്കാരന്റെ വീട്ടുവേല ചെയ്താണ് ഇപ്പോൾ ജീവിക്കുന്നതെന്നും ഞാൻ പറഞ്ഞു. കൃഷിക്കാരൻ എന്നെ ദ്രോഹിച്ചതുകൊണ്ട് അയാളുടെ മകളുടെ വസ്ത്രങ്ങൾ മോഷ്ടിച്ച് ഞാൻ അവിടെ നിന്ന് ഒളിച്ചോടുകയാണ് ഉണ്ടായത്. എന്റെ കെട്ടുകഥ കേട്ടുകഴിഞ്ഞപ്പോൾ അവർ എനിക്ക് ഭക്ഷണം തന്നു. അതിനുശേഷം മറ്റൊരു ചോദ്യം. ഒരു പശു കിടന്നിടത്തു നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഏതു ഭാഗമാണ് ആദ്യം പൊങ്ങുക? പിൻവശം. കുതിരയാണെങ്കിലോ? മുൻവശം. ശരി, നീ നാട്ടിൻ പുറത്ത് വളർന്നവനാണെന്ന് എനിക്ക് മനസ്സിലായി. ഇനിയും വേഷം കെട്ടി അവരെ പറ്റിക്കാൻ ശ്രമിക്കരുതെന്ന് ആ സ്ത്രീ എന്നെ ഉപദേശിച്ചു. പെൺകുട്ടികൾ സൂചിയിൽ നൂൽ കോർക്കുകയാണ്, അല്ലാതെ നൂലിൽ സൂചി കോർക്കുകയല്ല പതിവെന്ന് അവർ പറഞ്ഞു. മറ്റൊന്ന്, പെൺകുട്ടികൾ കൈ നീട്ടി എറിയാറില്ല എന്നുള്ളതാണ്. ആൺകുട്ടികളെ അങ്ങനെ ചെയ്യാറുള്ളൂ. പിന്നെ മടിയിൽ വലതുമിട്ടാൽ പെൺകുട്ടികൾ കാൽ രണ്ടും അകത്തുകയാണ് പതിവ്. ആൺകുട്ടികളാണെങ്കിൽ കാലടിപ്പിക്കും. അവർക്ക് എന്നെ കണ്ടപ്പോഴേ സംശയമുണ്ടായിരുന്നുവെന്നും ഈ സൂത്രങ്ങളൊക്കെ പ്രയോഗിച്ചത് സംശയം മാറ്റാൻ വേണ്ടിയാണെന്നും അവർ പറഞ്ഞു. ആ സ്ത്രീ എന്നെ ഒട്ടും ഉപദ്രവിക്കാതെ അവിടെ നിന്ന് പറഞ്ഞയച്ചു. ഞാൻ തിരക്കിട്ട് നടന്ന് പുഴയുടെ തീരത്തെത്തി. തോണിയിൽ കയറി സകല ശക്തിയുമെടുത്ത് തുഴഞ്ഞു. കരയ്ക്കിറങ്ങിയ ഉടൻ പഴയ താവളത്തിൻ്റെ അടുത്ത് കുറെ തീ കൂട്ടി. പിന്നെ മരങ്ങൾക്കിടയിലൂടെ ഓടി കുന്നു കയറി ഗുഹയിൽ എത്തിച്ചേർന്നു. ജിം നല്ല ഉറക്കത്തിലായിരുന്നു. ഞാൻ അവനെ വിളിച്ചുണർത്തി. ഉടൻ തന്നെ സ്ഥലം വിടണമെന്ന് പറഞ്ഞു. അവനൊന്നും പറയാതെ എന്നെ മിഴിച്ചു നോക്കി. അപകടം മണത്തെറിഞ്ഞപ്പോൾ ഒരു നിമിഷവും കളയാതെ സാധനങ്ങളെല്ലാം പെറുക്കി ചങ്ങാടത്തിലെത്തിച്ചു. ഗുഹയിലെ തീ കെടുത്തി. ഒരു മെഴുകുതിരി പോലും പിന്നെ ഞങ്ങൾ കത്തിക്കുകയുണ്ടായില്ല. ഞങ്ങൾ ചങ്ങാടത്തിൽ കയറി തുഴഞ്ഞു നീങ്ങി. ഏതാണ്ട് 1 മണിയായപ്പോൾ ദ്വീപിന്റെ താഴെ എത്തി. ഇല്ലിനോയുടെ കരയിലേക്ക് പോകാനാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ആളുകൾ ദ്വീപിലേക്ക് ജിമ്മിനെ തിരക്കി പോയിട്ടുണ്ടെങ്കിൽ ഞാൻ കൂട്ടിയ തീ കണ്ട് അവിടെ അവനെയും കാത്തിരിക്കുന്നുണ്ടാകുമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ അവരെ പറ്റിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ സന്തോഷിച്ചു. എന്നാൽ ജിം കരുതിയത് മറ്റൊന്നാണ്. ആളുകൾ നായയെ വാങ്ങാൻ പട്ടണത്തിലേക്ക് പോയിട്ടുണ്ടാകുമെന്നും അവിടെ വൈകിയിരിക്കാൻ ഇടയുണ്ടെന്നും അവൻ പറഞ്ഞു. ഏതായാലും ഞങ്ങളെ പിടികൂടാൻ ആളുകൾക്ക് കഴിഞ്ഞില്ലെന്നത് വാസ്തവം. നേരം വെളുക്കാറായപ്പോൾ ഞങ്ങൾ ഒരു വളവിലെത്തി. പരുത്തിച്ചെടികൾ ഇടതൂർന്നു വളരുന്ന ഒരു സ്ഥലമായിരുന്നു അത്. അതിനുള്ളിൽ ചങ്ങാടം കൊണ്ടുപോയി നിർത്തി. അവിടെ ഒരു ഗുഹ ഉള്ളതുപോലെ തോന്നുമായിരുന്നു. ആ സ്ഥലം തികച്ചും സുരക്ഷിതം തന്നെ. ആർക്കും ഞങ്ങളെ കണ്ടുപിടിക്കാൻ കഴിയുമായിരുന്നില്ല. പകൽ മുഴുവൻ ഞങ്ങൾ അവിടെ കഴിച്ചുകൂട്ടി. ജിം ഏതാനും പലകകൾ ശേഖരിച്ച് ചങ്ങാടത്തിൽ ഒരു കുടിൽ കെട്ടിയുണ്ടാക്കി. വെയിലിൽ നിന്നും മഴയിൽ നിന്നും രക്ഷ നേടാനും സാധനങ്ങൾ സൂക്ഷിക്കാനുമായിരുന്നു അത്. കുടിലിന്റെ നടുക്ക് തീ കത്തിക്കാൻ ഒരു തറ കെട്ടിയുണ്ടാക്കുകയും ചെയ്തു. പുഴയിലൂടെ കുതിച്ചു പായുന്ന ബോട്ടുകൾ അവിടെ നിന്ന് കാണാമായിരുന്നു. ഞാൻ ജിമ്മിനോട് പട്ടണത്തിൽ പോയ വിശേഷങ്ങൾ മുഴുവനും പറഞ്ഞു തീർത്തു. പകൽ ഏതെങ്കിലും താവളത്തിൽ വിശ്രമിക്കുക, രാത്രിയിൽ യാത്ര തുടരുക. അതായിരുന്നു ഞങ്ങളുടെ പരിപാടി. രാത്രി 10 മണിയായാൽ ഏതെങ്കിലും ഗ്രാമത്തിലിറങ്ങി 10-15 സെന്റിന് തിന്നാൻ എന്തെങ്കിലും വാങ്ങും. ചിലപ്പോൾ തഞ്ചം കിട്ടിയാൽ കോഴികളെ പിടിച്ച് കൊണ്ടുപോരുകയും ചെയ്യും. അതുപോലെ പുലരുന്നതിന് മുമ്പ് വയലുകളിൽ നിന്ന് മത്തനോ കുമ്പളങ്ങയോ ചോളമോ ശേഖരിക്കും. ചിലപ്പോൾ മീനും പിടിക്കും. മറ്റ് ചിലപ്പോൾ കുളക്കോഴികളെ വെടിവെച്ചിടുകയും ചെയ്യും. രാത്രിയിൽ പട്ടണങ്ങൾ ഓരോന്നായി ഞങ്ങൾ പിന്നിടും. കുന്നിൻ ചെരുവിൽ വെളിച്ചത്തിൻ്റെ ഒരു പരപ്പ് കാണാം, അത്ര തന്നെ. വീടുകളൊന്നും കാണാനുണ്ടായിരുന്നില്ല. 5-ാമത്തെ രാത്രി സെന്റ് ലൂയി കടന്നു. 20-30 ആയിരം ആളുകളുള്ള ആ പട്ടണം തികച്ചു നിശബ്ദമായിരുന്നു. അവിടെ കണ്ട കണ്ണഞ്ചിപ്പിക്കുന്ന വെളിച്ചം എന്നെ ആകർഷിച്ചു. സെന്റ് ലൂയിയുടെ ചൂട്ടിലെത്തിയപ്പോൾ ഒരു കൊടുങ്കാറ്റുണ്ടായി. ഇടിയും മിന്നലും, പിന്നെ കനത്ത മഴയും. ഒഴുക്കിനനുസരിച്ച് ചങ്ങാടം പോയിക്കൊണ്ടിരുന്നു.
മിന്നൽ തെളിഞ്ഞപ്പോൾ മുമ്പിലൊരു പാറക്കെട്ട് കണ്ടു. അതിനടുത്ത് ഒരു ആവി വഞ്ചി വെള്ളത്തിൽ ചെരിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ ചങ്ങാടം അതിന് നേരെയാണ് നീങ്ങിക്കൊണ്ടിരുന്നത്. ആ പൊളിഞ്ഞ ബോട്ടിൽ കയറി അതിനുള്ളിൽ എന്തൊക്കെയാണുള്ളതെന്ന് നോക്കണമെന്ന് എനിക്ക് തോന്നി. ജിമ്മാകട്ടെ അതിന് എതിര് പറഞ്ഞു. വേണ്ടാത്ത കുഴപ്പങ്ങൾക്കൊന്നും പോകേണ്ടെന്നാണ് അവൻ്റെ പക്ഷം. പക്ഷേ ഞാൻ വാശി പിടിച്ചു. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ജിം എൻ്റെ അഭിപ്രായത്തിന് വഴങ്ങി. ഞങ്ങൾ ശബ്ദമുണ്ടാക്കാതെ ബോട്ടിൻ്റെ വലത് ഭാഗത്ത് ചങ്ങാടമടിപ്പിച്ചു. പിന്നെ വക്കിലൂടെ പറ്റിപ്പിടിച്ച് ബോട്ടിൻ്റെ ഇടത് ഭാഗത്തെത്തി. മേൽപ്പുരയുടെ ജാലകത്തിൽ പിടിച്ച് ഞങ്ങൾ ഉള്ളിൽ കടന്നു. എത്തിയത് കപ്പിത്താൻ്റെ വാതിലിൻ്റെ മുമ്പിൽ തന്നെയായിരുന്നു. താഴത്തെ മുറിയിൽ നിന്ന് ഒരു വെളിച്ചം കണ്ടു. ആരുടെയോ അവ്യക്തമായ സംസാരവും കേട്ടു. ദയവ് ചെയ്ത് എന്നെ കൊല്ലരുത്, ഞാൻ പറയില്ല. ഒരു ശബ്ദം, നീ പറയും, നീ വഞ്ചകനാണ്. മറ്റൊരു ശബ്ദം. ഞങ്ങൾ ജനാലയിലൂടെ പാളി നോക്കി. മുറിയിൽ 3 പേരുണ്ടായിരുന്നു. 2 പേരുടെ കയ്യിൽ തോക്കുണ്ട്. ഒരാൾ നിലത്ത് കിടക്കുകയാണ്. അയാളുടെ കൈകാലുകൾ കൂട്ടിക്കെട്ടാനുള്ള ശ്രമത്തിലായിരുന്നു ബാക്കി 2 പേരും. ജിമിന് വല്ലാത്ത തളർച്ച തോന്നുന്നുണ്ടായിരുന്നു. തിരിച്ചു പോകാൻ അവൻ തിടുക്കം കൂട്ടി. അപ്പോൾ തോക്കുധാരികളിൽ ഒരാൾ റാന്തൽ ഒരാണിമേൽ തൂക്കിയ ശേഷം എനിക്ക് നേരെ നടന്നു വന്നു. അയാളുടെ കൂട്ടുകാരനും പിന്നാലെ വരുന്നുണ്ടായിരുന്നു. ഞാൻ ഓടി മുറിയിലെ കട്ടിലിനടിയിൽ പോയി ഒളിച്ചു. 2 പേരും ആ മുറിയിൽ പ്രവേശിച്ചു. അപ്പോഴാണ് അവിടെ വരേണ്ടിയിരുന്നില്ലെന്ന് എനിക്ക് ബോധ്യമായത്. അവരിലൊരാൾ അപ്പോൾ തന്നെ പോയി മുറിയിൽ കിടക്കുന്ന മനുഷ്യനെ വെടിവെച്ച് കൊല്ലണമെന്ന അഭിപ്രായക്കാരനായിരുന്നു. അപരനാകട്ടെ അക്കാര്യത്തിൽ വലിയ താല്പര്യം കാണിച്ചില്ല. അവൻ പറഞ്ഞു, നമുക്കാദ്യം ഇതിലുള്ള സാധനങ്ങളൊക്കെ കൈവശപ്പെടുത്താം. 2 മണിക്കൂറിനുള്ളിൽ ഈ ബോട്ട് തകർന്നു മുങ്ങിപ്പോകും. അതോടുകൂടി അവൻ്റെ കഥ കഴിയുകയും ചെയ്യും. പിന്നെ എന്തിന് അവനിപ്പോൾ കൊല്ലണം? അവർ 2 മണിക്കൂർ കാത്തിരിക്കാമെന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയി. ഞാനും അവരുടെ പിന്നാലെ പതുക്കെ പുറത്തു കടന്നു. ജിമ്മിനോട് വിവരം പറഞ്ഞു. ആ 2 കൊലയാളികളെയും അവിടെ നിന്ന് രക്ഷപ്പെടാൻ അനുവദിക്കരുതെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. അതിന് ഒറ്റ മാർഗമേ ഉള്ളൂ, അവരുടെ ബോട്ട് തട്ടിക്കൊണ്ടു പോവുക. ഞങ്ങൾ അതിനുള്ള ശ്രമം തുടങ്ങി. അപ്പോഴാണ് അറിയുന്നത് ഞങ്ങളുടെ ചങ്ങാടം കാണുന്നില്ല. കയറ് പൊട്ടി അതെങ്ങോ അപ്രത്യക്ഷമായി കഴിഞ്ഞിരുന്നു. തല ചുറ്റുന്നത് പോലെ തോന്നി. കൊലയാളികളുടെ ഇടയിൽ പൊളിഞ്ഞൊരു ബോട്ടിൽ അകപ്പെട്ടിരിക്കുന്നു. കൊലയാളികളുടെ ബോട്ടിനു വേണ്ടി ഞങ്ങൾ പരതാൻ തുടങ്ങി. അമരത്തെത്തുന്നതുവരെ തിരഞ്ഞിട്ടും കണ്ടുകിട്ടിയില്ല. ഞങ്ങൾക്കാകെ പരിഭ്രമമായി. വീണ്ടും തിരച്ചിൽ തുടർന്നു. നീങ്ങി നീങ്ങി ജാലകത്തിൻ്റെ അടുത്തെത്തി. ജാലകത്തിൻ്റെ അടിവശം വെള്ളത്തിലായിരുന്നു. വാതിലിൻ്റെ അടുത്തെത്തിയപ്പോൾ കൊലയാളികളുടെ കൊച്ചു ബോട്ട് അതാ മുമ്പിൽ. എല്ലാം തയ്യാർ, ഇനി പുറപ്പെടുകയല്ലേ? ഒരാളുടെ ശബ്ദം. നിൽക്ക്, അവൻ്റെ കൈവശം ഓഹരി പണമുണ്ടായിരിക്കും, അത് തപ്പിയെടുക്കാതെ പോകുന്നത് ശരിയല്ല, അപരൻ പറഞ്ഞു. കൊലയാളികൾ 2 പേരും പൊളിഞ്ഞ ബോട്ടിലെ മുറിയിലേക്ക് തന്നെ മടങ്ങി. ആ തഞ്ചം നോക്കി ഞങ്ങൾ ബോട്ടിൽ ചാടിക്കയറി. കത്തിയെടുത്ത് കയറ് മുറിച്ചു. ഉടനെ ബോട്ട് നീങ്ങി. ശക്തിയായ ഒഴുക്ക് അതിവേഗം ബോട്ടിനെ താഴോട്ട് കൊണ്ടുപോയി. നല്ല ഇരുട്ടായിരുന്നു. പൊളിഞ്ഞ ബോട്ട് ഞങ്ങൾക്കപ്പോൾ കാണാൻ കഴിഞ്ഞിരുന്നില്ല. ഏതായാലും രക്ഷപ്പെട്ടല്ലോ എന്ന് ഞങ്ങൾ ആശ്വസിച്ചു. ആ പൊളിഞ്ഞ ബോട്ടിലകപ്പെട്ട മനുഷ്യരെക്കുറിച്ചായിരുന്നു എൻ്റെ ചിന്ത. കൊലപാതകികളായാൽ പോലും അത്തരമൊരു അവസ്ഥയിൽപ്പെടുന്നത് ഭീകരമായിരിക്കുമെന്ന് എനിക്ക് തോന്നി. അവരെ അങ്ങനെ മുങ്ങിച്ചാകാൻ അനുവദിക്കാൻ എൻ്റെ മനസ്സ് സമ്മതിച്ചില്ല. ഞാൻ ജിമിനോട് പറഞ്ഞു, വഴിക്ക് വല്ല വെളിച്ചവും കണ്ടാൽ ഞാൻ അവിടെ ചെന്ന് വിവരം പറയാം. വല്ല സൂത്രവും പറഞ്ഞ് പൊളിഞ്ഞ ബോട്ടിൻ്റെ അടുത്തേക്ക് ആളുകളെ പറഞ്ഞുവിടാം. അവർ ചെന്ന് ബോട്ടിലുള്ളവരെ രക്ഷിച്ചുകൊള്ളട്ടെ. പക്ഷേ കുറച്ചു കഴിഞ്ഞപ്പോൾ വീണ്ടും കൊടുങ്കാറ്റ് വന്നു. കൂടെ മഴയും. എവിടെയും കൂരിരുട്ട്. ബോട്ട് കുതിച്ച് പായുകയാണ്. അവസാനം മഴ നിന്നപ്പോൾ മിന്നൽ വെളിച്ചത്തിൽ മുമ്പിലൊരു വസ്തു ഒഴുകിപ്പോകുന്നത് ഞങ്ങൾ കണ്ടു. അത് ഞങ്ങളുടെ ചങ്ങാടമായിരുന്നു.
അതിൽ കയറിക്കൂടാൻ കഴിഞ്ഞപ്പോൾ വലിയ ആശ്വാസം തോന്നി. കുറച്ചുകൂടി പോയപ്പോൾ ഒരിടത്ത് നിന്ന് വെളിച്ചം കണ്ടു. ഞാൻ ജിമ്മിനോട് ചങ്ങാടത്തിൽ നേരെ പോയിക്കൊള്ളാൻ പറഞ്ഞു. ഞാൻ അവിടെ ഇറങ്ങി. ആളുകളെ പറഞ്ഞുവിട്ട ശേഷം കൂടെ എത്തുന്നതാണെന്നും അറിയിച്ചു. ബോട്ട് വെളിച്ചത്തെ ലക്ഷ്യമാക്കി കുതിച്ചു. അവിടെ ബോട്ടിൽ ഒരു മനുഷ്യൻ ഇരിക്കുന്നുണ്ടായിരുന്നു. അയാളെ കണ്ട ഉടനെ ഞാൻ ആർത്ത് കരയാൻ തുടങ്ങി. എന്തു പറ്റി കുട്ടി? അയാൾ ചോദിച്ചു. ഞാൻ കരഞ്ഞുകൊണ്ട് തന്നെ കാര്യം പറഞ്ഞു. എൻ്റെ അച്ഛനും അമ്മയും പെങ്ങളും. അവർക്കെന്തു പറ്റി? അവർ പുഴയുടെ നടുക്ക് പൊളിഞ്ഞ ബോട്ടിലാണ്. ഈ ബോട്ട് നിങ്ങളുടേതാണോ? അതെ. ഒരു പണക്കാരി സ്ത്രീയും അവരുടെ കൂടെയുണ്ട്. അവരുടെ കൈവശം ഒരുപാട് പണവുമുണ്ട്. അങ്ങനെയാണോ? അവരെ രക്ഷിക്കാതിരിക്കുന്നത് ശരിയല്ല. അയാൾ ഉടൻ തന്നെ എൻജിൻ ഡ്രൈവറെ വിളിച്ചുകൊണ്ടുവന്നു. താമസിയാതെ തന്നെ അവർ ബോട്ടിൽ കയറി യാത്രയായി. നല്ലൊരു കാര്യം ചെയ്ത സന്തോഷത്തോടെയാണ് ഞാൻ എൻ്റെ ബോട്ടിൽ കയറിയത്. പക്ഷേ വഴിക്ക് വെച്ച് ആ പൊളിഞ്ഞ ബോട്ട് ഒഴുകി വരുന്നത് ഞാൻ കണ്ടു. അതിൻ്റെ അപ്പോഴത്തെ കോലം കണ്ടപ്പോൾ അതിൽ ഒരു മനുഷ്യജീവിയും അവശേഷിച്ചിട്ടില്ലെന്ന് തോന്നി. ജിമ്മിൻ്റെ ചങ്ങാടത്തിൽ നിന്നുള്ള വെളിച്ചം കാണാൻ പിന്നെയും കുറേ സമയമെടുത്തു. അത് കണ്ടപ്പോൾ അനേകായിരം നാഴിക അകലെയാണ് അവൻ എന്നൊരു തോന്നലും. ഞാൻ അവൻ്റെ ഒപ്പം എത്തുമ്പോൾ നേരം വെളുക്കാൻ തുടങ്ങിയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അടുത്ത് കണ്ട ദ്വീപിലിറങ്ങി. ചങ്ങാടം മുളിപ്പിച്ചു വെച്ച ശേഷം ഞങ്ങൾ അവിടെ ചത്തതുപോലെ കിടന്നുറങ്ങി. ഉറക്കം കഴിഞ്ഞ് ഞങ്ങൾ സാവധാനം എഴുന്നേറ്റു. പൊളിഞ്ഞ ബോട്ടിൽ നിന്ന് കള്ളന്മാർ ശേഖരിച്ച സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി. ബൂട്ടുകൾ, കമ്പിളികൾ, തുണികൾ, പുസ്തകങ്ങൾ ഇവയെല്ലാം അതിലുണ്ടായിരുന്നു. കൂടാതെ ഒരു കുഴൽ കണ്ണാടിയും 3 പെട്ടി ചുരുട്ടും കിട്ടി. ഞങ്ങൾ പെട്ടെന്ന് സമ്പന്നരായതുപോലെ ഞങ്ങൾക്ക് തോന്നി. മേൽത്തരം ചുരുട്ട് വലിച്ചുകൊണ്ട് വൈകുന്നേരം മുഴുവനും ഞങ്ങൾ വർത്തമാനം പറഞ്ഞു. പൊളിഞ്ഞ ബോട്ടിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ അത്തരം പരാക്രമങ്ങളൊക്കെ തനിക്ക് മതിയായി എന്ന് ജിം അറിയിച്ചു. അവന് പേടി മറ്റൊന്നായിരുന്നു. ആ പൊളിഞ്ഞ ബോട്ടിൽ നിന്ന് അവനെ ആരെങ്കിലും പിടികൂടിയാൽ അവനെ മിസ് വാട്സന്റെ അടുത്ത് എത്തിച്ചത് തന്നെ. ജിമ്മിൻ്റെ പേടി ഒട്ടും അസ്ഥാനത്തായിരുന്നില്ല. ഞാൻ പുസ്തകങ്ങളെടുത്ത് വായിച്ചു. അതിൽ രാജാക്കന്മാരെ പറ്റി പറയുന്ന സംഗതികൾ ഞാൻ ജിമ്മിനോട് പറഞ്ഞു. രാജാക്കന്മാർക്ക് പണിയൊന്നും ചെയ്യാതെ $1000 മാസത്തിൽ കിട്ടുന്നതിന് വിഷമമില്ലെന്നും തൻ്റെ ഇഷ്ടത്തിന് നടക്കാത്തവരുടെ തല അവർ കൊയ്തെടുക്കുമെന്നും അധിക സമയവും അവർ ചെലവഴിക്കുക അന്തപുരത്തിലായിരിക്കുമെന്നും ഞാൻ പറഞ്ഞപ്പോൾ ജിം വാ പൊളിച്ച് കേട്ടിരുന്നു. സോളമന് 10 ലക്ഷത്തോളം ഭാര്യമാരുണ്ടായിരുന്നുവെന്ന് കേട്ടപ്പോൾ അയാൾ മനുഷ്യരിൽ വെച്ച് ഏറ്റവും വലിയ വിഡ്ഢിയായിരുന്നുവെന്ന് ജിം പറഞ്ഞു. സോളമൻ കുഞ്ഞിനെ ഭാഗിച്ച കഥ അവൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഒരു നോട്ട് ഭാഗിക്കാൻ പറഞ്ഞാൽ ആരെങ്കിലും അത് 2 കഷ്ണങ്ങളാക്കാറുണ്ടോ? ഒരു കുഞ്ഞിന് 2 അവകാശികൾ വന്നാൽ അതിൽ ശരിയായ ആളെ കണ്ടുപിടിച്ച് കുഞ്ഞിനെ ഏൽപ്പിക്കുന്നതിന് പകരം അതിനെ 2 കഷ്ണമാക്കാൻ പറയുന്നത് എത്രമാത്രം മണ്ടത്തരമാണെന്ന് ജിം ചോദിച്ചു. കഥയുടെ മർമ്മം അവന് പിടികിട്ടിയിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞു നോക്കി. എന്തായിട്ടും ജിം സമ്മതിച്ചില്ല. സോളമന് ധാരാളം കുട്ടികൾ ഉണ്ടായിരുന്നുകൊണ്ട് കുട്ടികളുടെ വില ശരിക്കും അറിയില്ലെന്നും അതുകൊണ്ടാണ് ആ ഒരു കുഞ്ഞിനെക്കുറിച്ചുള്ള വഴക്ക് 2 അരക്കുഞ്ഞിനെ കൊണ്ട് തീർക്കാമെന്ന് കരുതിയെന്നുമാണ് ജിമ്മിൻ്റെ അഭിപ്രായം. അവനോട് തർക്കിക്കുന്നതുകൊണ്ട് യാതൊരു ഗുണവുമില്ലെന്ന് എനിക്ക് ബോധ്യമായി. 3 രാത്രി കൊണ്ട് കൈറോവിൽ എത്തിച്ചേരാമെന്നാണ് ഞങ്ങൾ കരുതിയത്. ഇല്ലിനോയുടെ താഴെ ഒഹയോ നദി ചെന്നു ചേരുന്ന സ്ഥലമാണ് കൈറോ. ഒരു സ്വതന്ത്ര സംസ്ഥാനമാണത്. അവിടെ എത്തിയാലുടൻ തങ്ങളുടെ ചങ്ങാടം ഉപേക്ഷിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. കൈറോവിലെത്തിയാൽ തികച്ചും സുരക്ഷിതരായി ജീവിക്കാമെന്നും ഞങ്ങൾക്ക് തോന്നി. 2ാമത്തെ രാത്രിയിൽ മൂടൽമഞ്ഞ് പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. മൂടൽമഞ്ഞിൽ സഞ്ചരിക്കുന്നത് അപകടകരമാണ്. അതുകൊണ്ട് ചങ്ങാടം ഒരു താവളത്തിൽ കെട്ടിയിടാൻ ഞങ്ങൾ തീർച്ചപ്പെടുത്തി. പക്ഷേ കരയിൽ കുറ്റിച്ചെടികളെ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അതിലൊന്നിൽ കയർ കെട്ടി ചങ്ങാടം ഉറപ്പിച്ചു. എന്നാൽ ഒഴുക്കിൻ്റെ ശക്തി കൊണ്ട് ചങ്ങാടം നീങ്ങുകയും കെട്ടിയിട്ട കുറ്റിച്ചെടി വേരോടെ പറിഞ്ഞു പോവുകയും ചെയ്തു.
ചുറ്റും മൂടൽ മഞ്ഞ് നിറഞ്ഞു കഴിഞ്ഞിരുന്നു. എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുമ്പ് ചങ്ങാടം കാഴ്ചയിൽ നിന്ന് മറഞ്ഞു. ഞാൻ ഉടനെ കൊച്ചു ബോട്ടിൽ ചാടിക്കയറി. അതും താഴോട്ട് കുതിച്ചു പാഞ്ഞു. താവളം വിട്ട് കഴിഞ്ഞതോടെ ഞാൻ കട്ടിയായ വെളുത്ത മൂടൽമഞ്ഞിൽ പെട്ടു. എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്ക് യാതൊരു നിശ്ചയവും ഉണ്ടായിരുന്നില്ല. തുഴഞ്ഞതുകൊണ്ട് കാര്യമില്ലെന്ന് എനിക്ക് തോന്നി. പക്ഷേ തുഴയാതിരിക്കാൻ കൈകൾ സമ്മതിക്കുന്നുമില്ല. ഞാൻ ഉറക്കെ കൂയി ചെവിയോർത്തു. ദൂരെ നിന്ന് ഒരു ചെറിയ കൂവൽ കേട്ടു. ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഞാൻ കുതിച്ചോട്ടമായി. എന്നാൽ നേരെ പോകുന്നതിന് പകരം ഞാൻ വലത്തോട്ട് നീങ്ങാൻ തുടങ്ങി. പിന്നെ കുറെ കഴിഞ്ഞപ്പോഴാകട്ടെ നീക്കം ഇടത്തോട്ടായി. അങ്ങനെ ചുറ്റിക്കളിച്ചതല്ലാതെ എനിക്ക് നേരെ പോകാൻ പറ്റിയില്ല. ജിം ചങ്ങാടത്തിൽ നിന്ന് ഒരു പാട്ടയെങ്കിലും എടുത്ത് മുട്ടിക്കൊണ്ടിരുന്നാൽ മതിയായിരുന്നു. അവൻ്റെ കൂവൽ പലപ്പോഴും കേൾക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ വല്ലാതെ കുഴങ്ങി. എന്നിട്ടും മുമ്പോട്ട് നീങ്ങി. അപ്പോഴതാ അവൻ്റെ കൂവൽ എൻ്റെ പിറകിൽ നിന്ന് കേൾക്കുന്നു. ഞാൻ ആകെ അമ്പരപ്പിലായി. ഞാൻ തുഴ താഴെയിട്ട് ശ്രദ്ധിച്ചു. അപ്പോൾ കൂവൽ മറ്റൊരു സ്ഥലത്ത് നിന്നാണ് കേട്ടത്. പിന്നെ കൂവൽ മാറി മാറി കേട്ടു. ഒടുവിൽ അതെൻ്റെ മുമ്പിൽ നിന്നായി. അത് ജിം ആയിരിക്കുമെന്ന് മാത്രം ഞാൻ കരുതി. കൂവൽ കേട്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഞാൻ കുറെ മരക്കുറ്റികളിൽ ചെന്നടിച്ച് അവയോടൊപ്പം ഒഴുകി തുടങ്ങി. എനിക്ക് ഒന്നും മനസ്സിലായില്ല. കുറെ ശ്രദ്ധിച്ചപ്പോഴാണ് ഒരു ദ്വീപിനെ തൊട്ടുരുമിക്കൊണ്ടാണ് യാത്രയെന്ന് മനസ്സിലായത്. വൻമരങ്ങൾ മഞ്ഞിൽ പ്രേതങ്ങൾ പോലെ തല ഉയർത്തി നിന്നു. 5-6 നാഴിക നീളവും അരനാഴിക വീതിയും അതിനുണ്ടായിരുന്നു. അതിൽ തട്ടിമുട്ടിക്കൊണ്ടാണ് എൻ്റെ യാത്ര. മണിക്കൂറിൽ 4-5 നാഴിക വേഗത്തിൽ ഞാൻ കുറേ നേരം അനങ്ങാതെ ചെവിയോർത്തിരുന്നു. പിന്നെ അരമണിക്കൂറോളം ഇടവിട്ട് കൂവി. ഒടുവിൽ വളരെ അകലെ നിന്ന് ഒരു മറുപടി കേട്ടു. പക്ഷേ അതിനെ പിന്തുടരാൻ എനിക്ക് കഴിഞ്ഞില്ല. ക്രമേണ ഞാൻ തുറന്ന പുഴയിൽ പ്രവേശിച്ചു. എന്നാൽ ജിമ്മിൻ്റെ കൂവൽ പിന്നെ കേട്ടതേയില്ല. ഏതെങ്കിലും മരക്കുറ്റിയിൽ ചെന്നടിച്ച് അവൻ്റെ കഥ കഴിഞ്ഞിട്ടുണ്ടാകുമെന്ന് എനിക്ക് തോന്നി. എനിക്ക് വല്ലാത്ത ക്ഷീണമുണ്ടായിരുന്നു. ഞാൻ കണ്ണടച്ചു കിടന്നു. ഉറങ്ങണമെന്ന ലക്ഷ്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഉറങ്ങിപ്പോയി. കണ്ണ് മിഴിച്ചപ്പോൾ ആകാശത്തിൽ നക്ഷത്രങ്ങൾ പ്രകാശിക്കുന്നുണ്ടായിരുന്നു. മൂടൽ മഞ്ഞ് മാറിക്കഴിഞ്ഞു. ഞാൻ വലിയൊരു വളവ് തിരിയുകയായിരുന്നു. എവിടെ എത്തി എന്നതിനെപ്പറ്റി എനിക്കൊരു രൂപവും കിട്ടിയില്ല. സ്വപ്നം കാണുകയാണോ എന്ന് പോലും എനിക്ക് തോന്നി. പുഴയുടെ ഇരുകരയിലും കനത്ത കൂറ്റൻ മരങ്ങൾ ഉണ്ടായിരുന്നു. അവ ഉയർത്തിക്കെട്ടിയ മതിലുകൾ പോലെ തോന്നി. താഴോട്ട് നോക്കിയപ്പോൾ വെള്ളത്തിൽ ഒരു പുള്ളി പോലെ എന്തോ കണ്ടു. അടുത്ത് ചെന്നപ്പോൾ അത് കുറെ കെട്ടുമരങ്ങളാണെന്ന് മനസ്സിലായി. പിന്നെയും അതുപോലുള്ള പുള്ളിക്കുത്തുകൾ തെളിഞ്ഞു. അതിലൊന്ന് ചങ്ങാടമായിരുന്നു. ഞാൻ അടുത്തെത്തിയപ്പോൾ ജിം ചങ്ങാടത്തിൽ തല കുനിച്ചിരുന്ന് ഉറങ്ങുന്നതായാണ് കണ്ടത്. വലം കൈ തുഴക്കാലിന്മേൽ തന്നെ ഉണ്ടായിരുന്നു. കൊമ്പുകളും ചപ്പ് ചവറുകളും കൊണ്ട് ചങ്ങാടം നിറഞ്ഞിരുന്നു. ഞാൻ ചങ്ങാടത്തിൽ കയറിപ്പറ്റി ജിമ്മിനോട് ചോദിച്ചു, "നീ ഉറങ്ങുകയാണോ? നീ എന്തുകൊണ്ടാണ് എന്നെ വിളിക്കാഞ്ഞത്?" "ഹാര്? ഹക്കോ, നീ ചാവാതെ തിരിച്ചെത്തിയോ? ഞാനൊന്ന് തൊട്ടു നോക്കട്ടെ. അതോ നീ പഴയ ഹക്ക് തന്നെ? ദൈവത്തിന് സ്തുതി. എന്താ ജിം നിനക്ക് കുഴപ്പം?" "കുഴപ്പമോ? ഞാൻ തിരിച്ചു വന്നെന്നൊക്കെ നീ പറയുന്നു." അപ്പോൾ ജിം രാത്രിയിൽ നടന്ന സംഭവങ്ങൾ വിവരിക്കാൻ തുടങ്ങി. എല്ലാം കേട്ട ശേഷം ഞാൻ പറഞ്ഞു, "ഞാനൊരു മൂടൽ മഞ്ഞ് കണ്ടില്ല. ദ്വീപിലൊന്നും ഞാൻ എത്തിയിട്ടുമില്ല. ഞാനിവിടെ രാത്രി മുഴുവൻ നിന്നോട് വർത്തമാനം പറഞ്ഞിരിക്കുകയായിരുന്നില്ലേ? അവസാനം നീ ഉറങ്ങി. ഇതൊക്കെ നീ സ്വപ്നം കണ്ടതാണ് ജിം." അവൻ എന്നെ മിഴിച്ചു നോക്കി. എന്നിട്ട് പറഞ്ഞു, "എന്നാലും അത് വല്ലാത്തൊരു സ്വപ്നം തന്നെ." ജിം ഞാൻ പറഞ്ഞത് അപ്പടി വിശ്വസിച്ചുവെന്ന് എനിക്ക് മനസ്സിലായി. ഉടനെ അവൻ സ്വപ്നത്തിന് വ്യാഖ്യാനം കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിൽ മുഴുകി. പക്ഷേ ജിമ്മിൻ്റെ സ്വപ്ന വ്യാഖ്യാനം അധിക നേരം നീണ്ടു നിന്നില്ല. വെളിച്ചം പരന്നപ്പോൾ ചങ്ങാടത്തിലെ ചപ്പ് ചവറുകൾ ജിമ്മിൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടു. അവ എങ്ങനെ അവിടെ വന്നു എന്ന അന്വേഷണമായി പിന്നെ.
ഹക്ക് തന്നെ കളിയാക്കുകയായിരുന്നുവെന്ന് അപ്പോഴാണ് അവന് ബോധ്യമായത്. ജിം ചിരിച്ചില്ല. അവൻ പറഞ്ഞു, നിന്നെ കാണാതായത് മുതൽ നിനക്ക് എന്ത് സംഭവിച്ചു എന്നറിയാതെ ഞാൻ നീറുകയായിരുന്നു. വീണ്ടും നിന്നെ ചങ്ങാടത്തിൽ കണ്ടപ്പോൾ എൻ്റെ കണ്ണിൽ വെള്ളം നിറഞ്ഞു. നിന്റെ കാല് പിടിച്ച് ഉമ്മ വയ്ക്കാൻ എനിക്ക് തോന്നി. ആ ജിമ്മിനെയാണ് നീ കളവ് പറഞ്ഞ് കളിയാക്കാൻ നോക്കിയത്. അത് വളരെ മോശമായി പോയി. അവൻ പിന്നീട് ഒന്നും തന്നെ പറഞ്ഞില്ല. ജിമ്മിന് അത്രമാത്രം വേദനിക്കുമെന്ന് ഞാൻ കരുതിയതുമില്ല. പകൽ മുഴുവനും ഞങ്ങൾ ഉറക്കമായിരുന്നു. രാത്രിയായപ്പോൾ വീണ്ടും പുറപ്പെട്ടു. മുമ്പിലൊരു കൂറ്റൻ ചങ്ങാടം നീങ്ങുന്നത് ഞങ്ങൾ കണ്ടു. അതിൽ 10-30 ആളുകളെങ്കിലും ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾക്ക് തോന്നി. ഞങ്ങൾ ഒരു വളവ് കൂടി കടന്നു. ആകാശം മൂടിക്കെട്ടിയിരുന്നു. നല്ല ചൂട് തോന്നി. ഇരുഭാഗത്തുമുള്ള മരങ്ങൾക്കിടയിൽ നിന്ന് വെളിച്ചമൊന്നും കണ്ടില്ല. കൈറോ കഴിഞ്ഞു പോയാൽ അറിയുന്നതെങ്ങനെ? അവിടെ വീടുകൾ കുറവാണെന്നും ഞാൻ കേട്ടിരുന്നു. അതിനെക്കുറിച്ച് ആലോചിച്ചപ്പോൾ ജിം അസ്വസ്ഥനായി തീർന്നു. ആദ്യം വെളിച്ചം കാണുന്നിടത്തിറങ്ങി അന്വേഷിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. കൈറോയിലെത്തിയാൽ ഞാൻ സ്വതന്ത്രനായി തീരുമെന്നും അല്ലാത്തപക്ഷം ഏതെങ്കിലും അടിമനാട്ടിലെത്തിപ്പെട്ട് സ്വാതന്ത്ര്യം കണി കാണാൻ കഴിയാതെ കഷ്ടപ്പെടേണ്ടി വരുമെന്നും ജിം പറഞ്ഞു. ഒരു മിന്നാമിനിങ്ങിനെ കണ്ടാൽ പോലും അവൻ ചാടി എഴുന്നേറ്റ് അതാ വെളിച്ചം എന്ന് വിളിച്ചു പറയുന്ന അവസ്ഥയിലായിരുന്നു. അടുത്തു തന്നെ താൻ സ്വതന്ത്രനായി തീരുമല്ലോ എന്ന ചിന്ത ജിമ്മിൻ്റെ സ്വസ്ഥത നശിപ്പിച്ചു. എൻ്റെ സ്ഥിതിയും ഏറെക്കുറെ അതുതന്നെയായിരുന്നു. ജിം മോചിതനായി പോകുന്നത് ഞാൻ കാരണമായിട്ടല്ലേ? മിസ് വാട്സന്റെ ഈ കാപ്പിരിയെ ഒളിച്ചോടാൻ സഹായിച്ചത് ശരിയാണോ? അവർ പറയത്തക്കൊരു തെറ്റും എന്നോട് ചെയ്തിട്ടില്ലല്ലോ. എല്ലാം എൻ്റെ നന്മയ്ക്ക് വേണ്ടിയല്ലേ അവർ ചെയ്തത്? ജിമ്മിനെ രക്ഷപ്പെടാൻ സഹായിക്കുക വഴി ഞാൻ അവരെ വഞ്ചിക്കുകയല്ലേ ചെയ്യുന്നത്? ഇത്തരം ചിന്തകൾ എൻ്റെ മനസ്സാക്ഷിയെ ഞെരിക്കാൻ തുടങ്ങി. എനിക്ക് ഇരിക്കെ പൊറുതി കിട്ടിയില്ല. ഞാൻ അസ്വസ്ഥനായി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ജിമ്മും അങ്ങനെ തന്നെ. അനങ്ങാതിരിക്കാൻ ആർക്കും കഴിഞ്ഞില്ല. ജിം ദൂരേക്ക് നോക്കി അതാ കൈറോ എന്ന് പറയുമ്പോൾ എനിക്ക് ഹൃദയത്തിൽ ഒരു വെടിയുണ്ട തറച്ച പോലെ തോന്നും. മനപ്രയാസം മൂലം ചത്തുപോകുമോ എന്ന് പോലും എനിക്ക് തോന്നി. ജിമ്മിൻ്റെ സംസാരം ഉച്ചത്തിലായി. ഒരു സ്വതന്ത്ര സംസ്ഥാനത്തിലെത്തിയാലുടൻ അവൻ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കുമെന്നും മിസ് വാട്സന്റെ ഒരു അടിമപ്പെണ്ണിനെ ഭാര്യയായി വിലക്കെടുക്കുമെന്നും അവൻ പറഞ്ഞു. പിന്നെ 2 കുഞ്ഞുങ്ങളെ വില കൊടുത്ത് വാങ്ങുകയോ മോഷ്ടിക്കുകയോ ചെയ്യുമത്രേ. അവൻ്റെ അപ്പോഴത്തെ പറച്ചിലൊന്നും എനിക്ക് ഒട്ടും തന്നെ പിടിച്ചില്ല. കാപ്പിരിക്ക് മോചനം കൊടുത്താൽ അവൻ തലയിൽ കയറുമെന്ന് എനിക്ക് ഉറപ്പായി. വെളിച്ചം കണ്ടാലുടൻ അവിടെ പോയി ജിമ്മിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പറയണമെന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ നിശ്ചയിച്ചപ്പോൾ തന്നെ മനസ്സിനൊരു സുഖവും സന്തോഷവും തോന്നി. ഹാക്, നാം രക്ഷപ്പെട്ടു, അതാ കൈറോ, ജിം വിളിച്ചുകൂവി. ഞാൻ പോയി നോക്കി വരാം, നീ ഇവിടെ ഇരിക്കെ. ഞാൻ കൊച്ചു ബോട്ടിൽ പുറപ്പെട്ടു. ജിം സന്തോഷം കൊണ്ട് ആർപ്പ് വിളിക്കുന്നുണ്ടായിരുന്നു. ഞാനാണ് ഇതിനൊക്കെ കാരണമെന്നും എന്നെ ഒരിക്കലും മറക്കില്ലെന്നും ജിമ്മിനോട് വിശ്വസ്തയോടെ പ്രവർത്തിച്ച ഒരേ ഒരു മാന്യനായ വെള്ളക്കാരൻ ഞാനാണെന്നും അവൻ ഉറക്കി ഉറക്കി പറഞ്ഞു. അതേസമയം ഞാൻ അവനെ ഒറ്റിക്കൊടുക്കാൻ തുഴഞ്ഞു നീങ്ങുകയായിരുന്നു. അവൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ എൻ്റെ മനസ്സിളകി. അപ്പോഴുണ്ട് ഒരു ബോട്ട് വരുന്നു. അതിൽ തോക്കുധാരികളായ 2 പേരുണ്ടായിരുന്നു. അന്ന് രാത്രി 5 കാപ്പിരികൾ ഒളിച്ചോടിയിട്ടുണ്ടത്രേ. അവരെ തിരഞ്ഞ് നടക്കുകയായിരുന്നു ബോട്ടിലുള്ളവർ. അതിൽ ഒരാൾ ചോദിച്ചു, എന്താണ് അവിടെ കാണുന്നത്? ഒരു ചെറിയ ചങ്ങാടമാണ്, ഞാൻ പറഞ്ഞു. ആരാണ് അതിലുള്ളത്? പെട്ടെന്ന് മറുപടി പറയാൻ എനിക്ക് പ്രയാസം തോന്നി. വാക്കുകൾ പുറത്തു വരാത്തതുപോലെ. ഒടുവിൽ ഞാൻ പറഞ്ഞു, എൻ്റെ അച്ഛനാണ്. അച്ഛന് സുഖമില്ലാതെ കിടക്കുകയാണ്. നമുക്കൊന്ന് പോയി നോക്കാം, ബോട്ടിലുള്ളവർ അഭിപ്രായപ്പെട്ടു. അവർ ചങ്ങാടത്തിൽ പോയി നോക്കാനുള്ള ഭാവമാണെന്നറിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ചെല്ലുകയാണെങ്കിൽ അച്ഛന് നിങ്ങളോട് വളരെ നന്ദിയുണ്ടായിരിക്കും. ചങ്ങാടം കരയ്ക്കടുപ്പിക്കുമ്പോൾ ആളുകൾ മാറിക്കളയുകയാണ് പതിവ്. അതെന്തുകൊണ്ടാണ്? അച്ഛന് വസൂരിയാണ്. അയ്യയ്യോ, ചതിക്കല്ലേ.
നിങ്ങളിവിടെ തങ്ങാതെ വേഗം താഴോട്ട് പോവുകയാണ് നല്ലത്. 20 നാഴികയോളം പോയാൽ ഇടതുവശത്ത് ഒരു പട്ടണം കാണും. ഇതാ, ഇതെടുത്തോളൂ. അവർ ഒരു $20 സ്വർണ്ണ നാണയം എനിക്ക് എറിഞ്ഞു തന്നു. വല്ല കാപ്പിരിയും ഓടിപ്പോകുന്നത് കണ്ടാൽ പിടിച്ചു വെക്കണം, കേട്ടല്ലോ? ശരി, ഒരു കാപ്പിരിയെയും ഞാൻ വെറുതെ വിടില്ല. അവർ പോയ ഉടനെ ഞാൻ ചങ്ങാടത്തിലേക്ക് മടങ്ങി. ഹക്കിന് വിട്ടുകൊടുത്താലും വിഷമം, ഇല്ലെങ്കിലും വിഷമം. അതുകൊണ്ട് തൽക്കാലം അക്കാര്യത്തിൽ ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ തീരുമാനിച്ചു. ഞാൻ ചങ്ങാടത്തിലെത്തിയപ്പോൾ ജിമ്മിനെ അവിടെ എങ്ങും കാണുന്നില്ല. ജിം, ഞാൻ വിളിച്ചു. അവർ പോയോ? ഇതാ, ഞാൻ ഇവിടെയുണ്ട്. അവൻ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. മൂക്ക് മാത്രമുണ്ട് വെളിയിൽ. ജിം ഞങ്ങളുടെ സംസാരം കേൾക്കുന്നുണ്ടായിരുന്നു. അവർ ചങ്ങാടത്തിലേക്ക് വരികയാണെങ്കിൽ നീന്തി രക്ഷപ്പെടണമെന്ന് അവൻ തീരുമാനിച്ചതാണ്. സൂത്രം പറഞ്ഞ് അവനെ രക്ഷപ്പെടുത്തിയതിന് ജിം വീണ്ടും വീണ്ടും എന്നോട് നന്ദി പറഞ്ഞു. വെറുതെ കിട്ടിയ $20 സംസാരിച്ചുകൊണ്ട് ഞങ്ങൾ യാത്ര തുടർന്നു. രാത്രി 10 മണിക്ക് പട്ടണത്തിലെ വിളക്കുകൾ കണ്ടു. അത് കൈറോ ആണോ? തിരക്കിട്ട് തുഴഞ്ഞു പോവുകയായിരുന്ന ഒരു വള്ളക്കാരനോട് ഞാൻ അന്വേഷിച്ചു. അല്ല. അത് ഏത് പട്ടണമാണ്? അവിടെ ചെന്ന് ചോദിക്കേ. അയാൾ തുഴഞ്ഞു നീങ്ങി. പുലരുന്നതിന് മുമ്പ് മറ്റൊരു പട്ടണം കൂടി ഞങ്ങൾ കടന്നു. രാത്രി നല്ല മൂടൽമഞ്ഞുണ്ടായിരുന്നു. കൈറോ പട്ടണം നമ്മൾ പിന്നിട്ടിരിക്കുമോ? ഞങ്ങൾക്ക് സംശയമായി. പുലർ വെളിച്ചത്തിൽ ഒഹയോ നദിയിലെ തെളിഞ്ഞ വെള്ളം കണ്ടപ്പോൾ പിന്നെ സംശയിക്കേണ്ടി വന്നില്ല. കൈറോ പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി വേണമെങ്കിൽ പിറകോട്ട് പോകണം. അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ഞങ്ങൾ പകൽ മുഴുവനും പരുത്തിക്കാട്ടിൽ കിടന്നുറങ്ങി. രാത്രി ചങ്ങാടത്തിൻ്റെ അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ വള്ളം കാണാനുണ്ടായിരുന്നില്ല. ചങ്ങാടത്തിൽ തിരിച്ചു പോവുക സാധ്യമല്ല. എവിടെ നിന്നെങ്കിലും ഒരു വള്ളം കിട്ടിയാലേ മുകളിലേക്ക് യാത്ര ചെയ്യാൻ കഴിയൂ. ഒരു വള്ളം വാങ്ങാൻ തന്നെ ഞങ്ങൾ തീർച്ചയാക്കി. അതിനായി ചങ്ങാടത്തിൽ കയറി പുറപ്പെട്ടു. 3 മണിക്കൂറുകളോളം ഞങ്ങൾ യാത്ര ചെയ്തു. അപ്പോഴേക്കും മൂടൽമഞ്ഞ് പ്രത്യക്ഷപ്പെട്ടു. ഞങ്ങൾ റാന്തൽ വിളക്ക് കത്തിച്ചു. അപ്പോൾ താഴെ നിന്ന് ഒരു കൂറ്റൻ ബോട്ട് ഞങ്ങൾക്ക് നേരെ വരുന്നുണ്ടായിരുന്നു. ചെറിയ തോണിയെയും ചങ്ങാടത്തെയും മറ്റും മുരസിക്കൊണ്ട് കടന്നു പോകുന്നത് വലിയ ബോട്ടിലെ ഡ്രൈവർമാർക്ക് വലിയ രസമാണ്. ഞങ്ങൾ വിചാരിച്ചതും അങ്ങനെ തന്നെ. ബോട്ടിന് ചുറ്റും മിന്നാമിനുങ്ങുകളെപ്പോലെ വെളിച്ചം കാണുന്നുണ്ടായിരുന്നു. അതിൻ്റെ രൂപം പേടിപ്പെടുത്തുന്നതായി തോന്നി. ബോട്ട് തെല്ലും വഴിമാറിയില്ല. ഒരു അട്ടഹാസത്തോടുകൂടി അത് ഞങ്ങളുടെ ചങ്ങാടത്തിൻ്റെ ഒത്ത മുകളിലൂടെ കടന്നുപോയി. ഒരു വശത്തുകൂടെ ഞാനും മറുവശത്തുകൂടി ജിമ്മും വെള്ളത്തിൽ വീണു. വെള്ളത്തിൽ നിന്ന് പൊങ്ങിയപ്പോൾ എനിക്കൊരു മരപ്പലക പിടികിട്ടി. ജിമ്മിനെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ഒഴുക്കിൽപ്പെട്ട് ഇടത് ഭാഗത്തേക്ക് ഞാൻ നീങ്ങിക്കൊണ്ടിരുന്നു. ഒടുവിൽ അപകടം കൂടാതെ ഞാൻ കരപറ്റി. മൂടൽമഞ്ഞുണ്ടായിരുന്നുകൊണ്ട് ഒന്നും തന്നെ വ്യക്തമായിരുന്നില്ല. ഞാൻ തപ്പിത്തടഞ്ഞ് നടന്നെത്തിയത് പഴയ മട്ടിലുള്ള ഒരു വലിയ വീട്ടിലാണ്. വീട്ടിലെത്തിയിട്ടേ ഞാൻ ആ വീട് കണ്ടുള്ളൂ. അപ്പോൾ ഒരു പറ്റം നായ്ക്കൾ ചാടിക്കുരച്ച് എൻ്റെ നേരെ ഓടി വന്നു. ആരാത്? അകത്തു നിന്നൊരു ചോദ്യം. ഞാനാണ്, ഞാൻ പറഞ്ഞു. ഞാനെന്ന് വെച്ചാൽ ജോർജ് ജാക്സൺ. നിനക്കെന്താണ് വേണ്ടത്? ഒന്നും വേണ്ട സാർ, എനിക്ക് ഇവിടെ നിന്ന് പോയാൽ മതി. അതിന് നായ്ക്കൾ സമ്മതിക്കുന്നില്ല. ഈ അസമയത്ത് നീ എന്തിനാണ് ഇവിടെ വന്നത്? ബോട്ടിൽ നിന്ന് വീണതുകൊണ്ട് നീന്തി കരപ്പറ്റിയതാണ് സാർ. നീ സത്യമാണോ പറയുന്നത്? വാ, ഇങ്ങകത്തേക്ക് വാ. മെല്ലെ വാതിൽ തുറക്കപ്പെട്ടു. ഞാൻ അകത്ത് കടന്നപ്പോൾ 3 പേർ തോക്ക് ചൂണ്ടിക്കൊണ്ട് എന്നെ സ്വീകരിച്ചു. ഒന്ന് ഒരു വൃദ്ധൻ, മറ്റ് 2 പേർ യുവാക്കളാണ്. മെഴുകുതിരി വെളിച്ചത്തിൽ അവർ എന്നെ ആകപ്പാടെ പരിശോധിച്ചു. ഒരു ഷെപ്പേഡ്സനാണെന്ന് തോന്നുന്നില്ല, വൃദ്ധനായ മനുഷ്യൻ പറഞ്ഞു. മുറിയിൽ 3 സ്ത്രീകളുണ്ടായിരുന്നു. ഒന്ന് തല നരച്ചൊരു സ്ത്രീയാണ്. അവരുടെ പിന്നിൽ 2 യുവതികൾ. ഈ കുട്ടിയാകെ നനഞ്ഞു കുതിർന്നിട്ടുണ്ടല്ലോ, വിശപ്പും കാണുമായിരിക്കും, വൃദ്ധ സ്ത്രീ പറഞ്ഞു. അവർ ബക്കിനെ വിളിച്ചു കൊണ്ടുവരാൻ
ഒരു പെൺകുട്ടിയോട് ആവശ്യപ്പെട്ടു. ബക്കിന് എൻ്റെ പ്രായം തന്നെയായിരുന്നു. അവൻ എന്നേക്കാൾ തടിയുണ്ടെന്ന് മാത്രം. പ്രായമുള്ള സ്ത്രീ അവനോട് എന്നെ കൂട്ടിക്കൊണ്ടുപോയി അവൻ്റെ വസ്ത്രങ്ങളിൽ ചിലത് എനിക്ക് ധരിക്കാൻ കൊടുക്കാൻ പറഞ്ഞു. ബക്ക് ഉടനെ മേലെ അവൻ്റെ മുറിയിൽ എന്നെ കൂട്ടിക്കൊണ്ടുപോയി. ഒരു പരുക്കൻ ഷർട്ടും പാൻറ്റും തന്നു. ഞാൻ ഉടുപ്പിടുമ്പോൾ അവൻ കലപില എന്ന് വർത്തമാനം പറയാൻ തുടങ്ങി. അവൻ എൻ്റെ പേർ ചോദിച്ചു. കാട്ടിൽ നിന്ന് പിടിച്ച മുയലിനെയും നീലപക്ഷിയെയും പറ്റി പറഞ്ഞു. സ്കൂളില്ലാത്തതുകൊണ്ട് അവിടെ കൂടുതൽ കാലം അവനോടൊത്ത് താമസിക്കണമെന്ന് പറയുകയും ചെയ്തു. ചോളമാവ് കൊണ്ടുണ്ടാക്കിയ അപ്പവും വെണ്ണയും മോരും അവരെനിക്ക് തിന്നാൻ തന്നു. എനിക്ക് നല്ല രുചി തോന്നി. ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ ബാക്കി എല്ലാവരും ചുറ്റുമിരുന്ന് വർത്തമാനം പറയുന്നുണ്ടായിരുന്നു. ഞാനൊരു കെട്ടുകഥയുണ്ടാക്കി അവരെ കേൾപ്പിച്ചു. ഒരു കൊച്ചു കുടിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നതെന്നും പെങ്ങൾ ഒരാളുടെ കൂടെ ഒളിച്ചോടിപ്പോയെന്നും അവരെ തിരഞ്ഞുപോയ ജ്യേഷ്ഠൻ ഇതുവരെയും തിരിച്ചെത്തിയിട്ടില്ലെന്നും ഞാൻ പറഞ്ഞു. അച്ഛനും അമ്മയും പിന്നീട് മരിച്ചു. പുരയിടം അന്യാധീനപ്പെട്ടുപോയി. ഞാൻ ജ്യേഷ്ഠനെ തിരക്കി പുറപ്പെട്ടതായിരുന്നു. ബോട്ടിൽ സഞ്ചരിക്കുമ്പോൾ വെള്ളത്തിൽ വീണുപോയി. എൻ്റെ കഥ കേട്ടപ്പോൾ എനിക്ക് എത്ര കാലം വേണമെങ്കിലും അവിടെ താമസിക്കാമെന്ന് അവർ പറഞ്ഞു. എല്ലാവരും ഉറങ്ങാൻ കിടക്കുമ്പോൾ നേരം വെളുക്കാൻ തുടങ്ങിയിരുന്നു. ഞാൻ ബക്കിൻ്റെ കൂടെയാണ് കിടന്നത്. രാവിലെ ഉണർന്നപ്പോൾ എൻ്റെ പേര് ഞാൻ മറന്നുപോയിരുന്നു. ഞാനൊരു വിദ്യ പ്രയോഗിച്ചു. ബക്ക്, നിനക്ക് എൻ്റെ പേരിലെ അക്ഷരങ്ങൾ കൂട്ടിപ്പറയാൻ കഴിയുമോ? കഴിയും. കഴിയില്ല എന്ന് ഞാൻ വാതുവയ്ക്കാം. അപ്പോൾ ബക്ക് എൻ്റെ പേരിലെ അക്ഷരങ്ങൾ ഓരോന്നായി പറയാൻ തുടങ്ങി. ഞാനത് കുറിച്ചെടുത്ത് സൂക്ഷിക്കുകയും ചെയ്തു. ഭംഗിയുള്ള ഒരു വീടായിരുന്നു അത്. മുറികൾ വൃത്തിയായി അലങ്കരിച്ചിരുന്നു. മേശമേൽ മനോഹരമായ വിരികളും ജനാലകൾക്ക് കർട്ടനുമുണ്ടായിരുന്നു. ധാരാളം പുസ്തകങ്ങളും അവിടെ സൂക്ഷിച്ചിരുന്നു. എപ്പോഴും രുചിയുള്ള ആഹാര സാധനങ്ങൾ. ആളുകളാകട്ടെ സുന്ദരികളും സുന്ദരന്മാരും. കേണൽ ഗ്രാൻഗർ ഫോർഡിൻ്റെ വീടായിരുന്നു അത്. അയാൾ തികഞ്ഞ തറവാടിയായിരുന്നു. അടുക്കും ചിട്ടയുമുള്ള ജീവിതമായിരുന്നു അയാളുടേത്. പൊങ്ങച്ചം തെല്ല് പോലും ഉണ്ടായിരുന്നില്ല. മറ്റുള്ളവരോട് ദയ കാണിക്കുകയും ചെയ്യും. കുടുംബ മഹിമയ്ക്കൊത്തു തന്നെ മറ്റുള്ളവരും കഴിഞ്ഞു പോന്നു. ടോമായിരുന്നു മൂത്ത മകൻ. തൊട്ടു താഴെ ബോബ്. ഏറ്റവും ഇളയവൻ ബക്കും. പെൺകുട്ടികളിൽ ഷാർലറ്റാണ് മൂത്തത്. ഇളയവളുടെ പേർ സോഫിയ എന്നായിരുന്നു. അവൾക്ക് 20 വയസ്സ് പ്രായം കാണും. അവളൊരു മാടപ്രാവിനെ പോലെ ശാന്തയും സുന്ദരിയുമായിരുന്നു. ഓരോരുത്തരുടെയും കാര്യങ്ങൾ നോക്കുന്നതിന് ഓരോ കാപ്പിരിയുമുണ്ടായിരുന്നു. വൃദ്ധന് ധാരാളം കൃഷിപ്പാടങ്ങളുണ്ടായിരുന്നു. ജോലി ചെയ്യുവാനാകട്ടെ 100-ൽ പരം കാപ്പിരികളും. ചിലപ്പോൾ ദൂരസ്ഥലങ്ങളിൽ നിന്ന് ധാരാളം ബന്ധുക്കൾ കുതിരപ്പുറത്ത് അവിടെ എത്തും. അപ്പോൾ പകൽ ഉല്ലാസയാത്രയും രാത്രി വീട്ടിൽ നൃത്തങ്ങളും ഉണ്ടായിരിക്കും. വീട്ടിൽ സദ്യയും ബഹളവുമായി അവർ കുറേ ദിവസം താമസിക്കും. ഗ്രാൻഗർ ഫോർഡിൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് മറ്റൊരു തറവാടുണ്ടായിരുന്നു. ഷെപ്പേഡ്സൺ എന്നാണ് അവരെ പറയുക. അവരും വലിയ തറവാട്ടുകാരും പണക്കാരുമായിരുന്നു. ഒരു ദിവസം ഞാനും ബക്കും കാട്ടിൽ നായാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുതിരയുടെ കുളമ്പടി വെച്ച് കേട്ടു. ഹാർണി ഷെപ്പേഡ്സൺ എന്ന യുവാവ് അതിലെ കുതിരപ്പുറത്ത് കടന്നു പോവുകയായിരുന്നു. അയാളുടെ കയ്യിൽ തോക്കും മറ്റുമുണ്ടായിരുന്നു. അയാളെ കാണേണ്ട താമസം ബക്ക് എൻ്റെ അടുത്ത് നിന്ന് നിറയൊഴിച്ചു. അയാളുടെ തൊപ്പി തലയിൽ നിന്ന് തെറിച്ചുപോയി. ഉടനെ അയാൾ തോക്കെടുക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ഹാർണി ഷെപ്പേഡ്സിനെ എന്തിനാണ് വെടിവെച്ചതെന്ന് ഞാൻ ബക്കിനോട് ചോദിച്ചു. ഗ്രാൻഗർ ഫോർഡിൻ്റെയും ഷെപ്പേഡ്സിൻ്റെയും കുടുംബങ്ങൾ തമ്മിൽ തീരാത്ത കുടിപ്പകയുണ്ടെന്ന കാര്യം അവൻ എന്നോട് പറഞ്ഞു. ഏതാണ്ട് 30 വർഷം മുമ്പാണത്രേ. 2 കുടുംബങ്ങളും തമ്മിൽ എന്തോ കാര്യത്തെ ചൊല്ലി വഴക്കുണ്ടായി. വഴക്ക് മൂത്ത് സംഗതി കോടതിയിലെത്തി. ഒരാൾക്ക് അനുകൂലമായി വിധിയുണ്ടായി. അപ്പോൾ തോറ്റ കക്ഷി ജയിച്ചാളെ വെടിവെച്ചു കൊന്നു. ഇരുഭാഗത്തു നിന്നും നിരവധി പേർ പിന്നീട് കൊല്ലപ്പെട്ടു. അതിപ്പോഴും തുടർന്നു വരുന്നു. തഞ്ചം കിട്ടിയാൽ വധിക്കുക.
തന്റെ ഉറ്റ ബന്ധുവായ ബഡിനെ 3 മാസം മുമ്പാണ് അവർ വകവരുത്തിയതെന്ന് ബക്ക് പറഞ്ഞു. ഞായറാഴ്ച ഞങ്ങൾ പള്ളിയിൽ പോയി. 3 നാഴിക അകലെയുള്ള പള്ളിയിലേക്ക് കുതിരപ്പുറത്ത് കയറിയാണ് ഞങ്ങൾ പോയത്. ആണുങ്ങളെല്ലാം തോക്കും കൂടെ കരുതിയിരുന്നു. ഷെപ്പേഡ്സന്മാരും അങ്ങനെ തന്നെയാണ് വന്നത്. സുവിശേഷ പ്രസംഗം മഹാമുഷിപ്പനായി തോന്നി. ഉച്ചയ്ക്ക് വീട്ടിൽ തിരിച്ചെത്തി ഭക്ഷണം കഴിഞ്ഞ് ഞങ്ങൾ വിശ്രമിക്കുകയായിരുന്നു. അപ്പോൾ സോഫി എൻ്റെ മുറിയിൽ വന്ന് അവർക്കൊരു ഉപകാരം ചെയ്യാമോ എന്ന് ചോദിച്ചു. സംഗതി രഹസ്യമായിരിക്കണമെന്ന് പറഞ്ഞു. അവരുടെ സുവിശേഷ പുസ്തകം പള്ളിയിൽ വെച്ച് മറന്നുപോയി. അതെടുത്തുകൊണ്ടുവന്ന് അവർക്ക് കൊടുക്കണം. ഞാൻ ഉടൻ തന്നെ പുറപ്പെട്ടു. പള്ളിയിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അവർ പറഞ്ഞ സ്ഥലത്തു നിന്ന് എനിക്ക് പുസ്തകം കിട്ടി. എല്ലാം രഹസ്യമായി ചെയ്യണമെന്ന് അവർ പറഞ്ഞത് എന്തുകൊണ്ടായിരിക്കും? ഞാൻ ആ പുസ്തകം ഒന്ന് മറിച്ചു നോക്കി. അതിൽ ഒരു കഷ്ണം കടലാസ് കണ്ടു. കടലാസിൽ 2:30 മണി എന്ന് പെൻസിൽ കൊണ്ട് എഴുതിയിരുന്നു. എനിക്ക് ഒന്നും തന്നെ മനസ്സിലായില്ല. ഞാൻ ആ കടലാസ് പുസ്തകത്തിൽ തന്നെ വെച്ചു. പുസ്തകം കയ്യിൽ കിട്ടിയപ്പോൾ സോഫിയുടെ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. അവർ എന്നെ നല്ല കുട്ടി എന്നൊക്കെ വിളിച്ചു. അതിലുള്ള കടലാസ് ഞാൻ കണ്ടിരുന്നുവോ എന്ന് ചോദിച്ചു. ഞാൻ ഇല്ലെന്ന് പറഞ്ഞു. ഞാനത് വായിച്ചിട്ടില്ലെന്ന് അവർക്ക് ബോധ്യമായി. ആ കടലാസ് പുസ്തകം വായിക്കുമ്പോൾ വയ്ക്കാനുള്ള അടയാളമാണെന്ന് അവരെന്നെ പറഞ്ഞു മനസ്സിലാക്കി. ഞാൻ പുറത്തേക്കിറങ്ങിയപ്പോൾ ഒരു കാപ്പിരി ഓടി വന്ന് പറഞ്ഞു, കൂടെ വന്നാൽ കുറെ നീർക്കോലികളെ കാണിച്ചു തരാമെന്ന്. അക്കാര്യം എനിക്ക് രസകരമായി തോന്നി. അവനോട് മുമ്പിൽ നടക്കാൻ പറഞ്ഞു. 1/2 നാഴിക ദൂരം നടന്നു. പിന്നെ ചെളിയിലിറങ്ങി 1/2 നാഴിക ദൂരം കൂടി മുമ്പോട്ട് പോയി. അപ്പോൾ നിരപ്പായ ഒരു സ്ഥലത്തെത്തി. അവിടെ മരങ്ങളും വള്ളികളും കാട് പിടിച്ച് കിടന്നിരുന്നു. കുറച്ചുകൂടി മുമ്പോട്ട് നടക്കാൻ പറഞ്ഞ് കാപ്പിരി പിറകോട്ട് മാറി. മുന്തിരിവള്ളികൾ ചുറ്റും തൂങ്ങിക്കിടക്കുന്നത് കണ്ട് ഒരു കിടപ്പുമുറി പോലെ തോന്നിക്കുന്ന ഒരു സ്ഥലം മുമ്പിൽ കണ്ടു. അവിടെ ഒരു മനുഷ്യൻ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. ഞാൻ അതിശയത്തോടെ സൂക്ഷിച്ചു നോക്കി. അതെ, അത് ജിം തന്നെ. ഞാൻ അവനെ വിളിച്ചുണർത്തി. അവൻ എന്നെ കണ്ടപ്പോൾ കരഞ്ഞില്ലെന്നേ ഉള്ളൂ. ചങ്ങാടം മുങ്ങിയപ്പോൾ അവനും എൻ്റെ പിന്നാലെ നീന്തി വന്നുവെന്നും നായ്ക്കളുടെ കുര കേട്ടപ്പോൾ പേടിച്ച് കാട്ടിൽ ഒളിച്ചിരിക്കുകയാണ് ചെയ്തതെന്നും അവൻ പറഞ്ഞു. പുലർച്ചയ്ക്ക് വയലുകളിലേക്ക് പോകുന്ന ചില കാപ്പിരികളാണ് അവനെ ആ സ്ഥലത്ത് എത്തിച്ചതത്രേ. അവർ അവന് രഹസ്യമായി ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തു. ഞങ്ങളുടെ ചങ്ങാടം നഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ അതുണ്ടായില്ല. ചങ്ങാടം ഒരു വളവിൽ ഒരു കുറ്റിയിൽ തങ്ങിക്കിടക്കുന്നത് ചില കാപ്പിരികൾ കണ്ടെത്തി. അവരത് ഒളിപ്പിച്ചു വെച്ചു. അത് ഞങ്ങളുടെ ചങ്ങാടമാണെന്ന് ജിമ്മന് മനസ്സിലായി. അതിൻ്റെ ഒരറ്റം പൊട്ടിയിരുന്നതല്ലാതെ മറ്റു കുഴപ്പമൊന്നും അതിനുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ കുറേ സാധനങ്ങൾ നഷ്ടപ്പെട്ടിരുന്നു. ജിം ചങ്ങാടത്തിൻ്റെ കേടുപാടുകളൊക്കെ തീർത്തു. ഇപ്പോൾ പുതിയതുപോലെയുണ്ടെന്നാണ് അവൻ പറഞ്ഞത്. കാപ്പിരികൾ അവന് ചെയ്ത സഹായത്തെപ്പറ്റി ജിം നന്ദിപൂർവ്വം സംസാരിച്ചു. പിറ്റേന്ന് കാലത്തെ സംഭവങ്ങളെല്ലാം തികച്ചും വിചിത്രമായിരുന്നു. ഞാൻ പുലർച്ചയ്ക്ക് എഴുന്നേറ്റപ്പോൾ വീട്ടിൽ യാതൊരു ഒച്ചയും അനക്കവുമില്ല. അത് പതിവില്ലാത്തതായിരുന്നു. ഞാൻ ബക്കിൻ്റെ കിടക്കയിൽ നോക്കി. അവൻ അവിടെ ഉണ്ടായിരുന്നില്ല. എനിക്കൊന്നും തന്നെ മനസ്സിലായില്ല. ഞാൻ താഴെ ഇറങ്ങിച്ചെന്നപ്പോൾ കാപ്പിരിയാണ് വിവരം പറഞ്ഞത്. സോഫിയ രാത്രി വീട്ടിൽ നിന്ന് ഒളിച്ചോടിപ്പോയത്രേ. അവൾ ഹാർണി ഷെപ്പേഡ്സിനെ കല്യാണം കഴിക്കുമെന്നാണ് പറയുന്നത്. 1/2 മണിക്കൂർ മുമ്പ് മാത്രമേ വീട്ടുകാർ അത് കണ്ടുപിടിച്ചുള്ളൂ. ഉടൻ തന്നെ തോക്കും കുതിരയുമെല്ലാമായി അവർ പുറപ്പെട്ടു പോയിരിക്കുകയാണ്. സോഫിയയും കൊണ്ട് പുഴ കടക്കുന്നതിന് മുമ്പ് ഹാർണി ഷെപ്പേഡ്സിനെ പിടികൂടണമെന്നാണ് പദ്ധതി. ബക്ക് എന്നെ ഉണർത്താതെ പോയി കളഞ്ഞതിൽ എനിക്ക് വല്ലാത്ത ദുഃഖം തോന്നി. പുഴയുടെ തീരത്തുള്ള വഴിയിലൂടെ ഞാൻ വേഗം പുറപ്പെട്ടു. അകലെ നിന്ന് വെടിയുച്ച എനിക്ക് കേൾക്കാൻ കഴിഞ്ഞു. ബോട്ട് കടവിൻ്റെ അടുത്തെത്തിയപ്പോൾ ഞാൻ കാട്ടിനുള്ളിലൂടെ പതുങ്ങി നടന്ന്